ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും വിംബിൾ അക്കാദമിയുടെ മറ്റൊരു വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ സന്തോഷം. നമുക്ക് വീണ്ടും ഇത്തരത്തിൽ സൈക്കോ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറ്റൊരു എപ്പിസോഡ് കൂടി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കോച്ചിങ്, കൗൺസിലിംഗ്, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് നൽകുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം. ഒരു നോളജ് ഷെയറിംഗ് ഹബ്ബായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ആ രീതിയിൽ തന്നെ വിശേഷിച്ചും നിസാവ് സാറിന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും സൈക്കോ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഏകദേശം 10-ലധികം സൈക്കോ തെറാപ്പികൾ സൗജന്യമായി തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിലൊക്കെ അതിയായ സന്തോഷമുണ്ട്. അതിനിടയിൽ ഒരു വെബിനാറിൽ ഇതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് തെറാപ്പി പഠിക്കണം എന്ന് ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗ്രൂപ്പ് തെറാപ്പിയെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏറ്റവും മനോഹരമായി തന്നെ ലീഡ് ചെയ്യാൻ നമ്മുടെ നിസാവ് സാർ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. വിംബിൾ അക്കാദമിയിൽ ഏറ്റവും സവിശേഷമായി നമ്മൾ സംഘടിപ്പിക്കുന്ന CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ കോഴ്സിനെ ലീഡ് ചെയ്യുന്ന സാറാണ് നിസാവ് സാറ്. നമ്മൾ ഏകദേശം 10ാമത്തെ ബാച്ചാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ബാച്ച്, CBTയുടെ 11ാമത്തെ ബാച്ച് നമ്മൾ ഫെബ്രുവരി 15-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ് നമ്മൾ CBTക്ക് നൽകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഏകദേശം അധികം ആളുകളും ആ CBT വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകളായിരിക്കും. പുതുതായി ജോയിൻ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാം. അതേപോലെ തന്നെ CBT ഫോർ ചിൽഡ്രൻ, ഓക്കെ, അതിപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു ഒറ്റ ബാച്ച് മാത്രമാണ് നമ്മൾ നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ ബാച്ച് നമ്മൾ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ CBT അപ്ലൈ ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടിയും കുട്ടികളുടെ പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലായിരിക്കും. ആങ്സൈറ്റി ആയി കഴിഞ്ഞാലും, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ആയി കഴിഞ്ഞാലും, സെൽഫ് അവയർനെസ് ആയി കഴിഞ്ഞാലും ഒക്കെ CBT ഏത് രീതിയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ CBT ഫോർ ചിൽഡ്രൻ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻസ് ഏകദേശം ക്ലോസിംഗ് സ്റ്റേജിലാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് നമ്മൾ CBT ഫോർ ചിൽഡ്രൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇന്നത്തെ ഗ്രൂപ്പ് തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും പരമാവധി ലൈവിൽ തന്നെ, വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വന്ന് തന്നെ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു വെബിനാറിൽ നിന്ന് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും വിംബിൾ അക്കാദമിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതേപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്രീ സെഷനുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വെബിനാറുകളിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ നൽകുന്ന വ്യത്യസ്ത വർക്ക്ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മളുടെ എല്ലാവരുടെയും സുപരിചിതനായിട്ടുള്ള നിസാവ് സാർ. നിസാവ് സാറിനെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, റെമഡിയൽ ട്രെയിനർ, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നീ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ ഫാക്കൽറ്റിയാണ്. കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Hello, thank you. Hello, good evening, dears. Good evening, sir. Good evening, sir. Okay, good evening. എന്താണ് ഈ ആഴ്ച നമ്മൾ സൈക്കോ തെറാപ്പി ഒരു മേഖലയിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണല്ലേ? എന്നെ കാണുന്നുണ്ടോ? സാർ വീഡിയോ കാണുന്നില്ലല്ലോ. കാണുന്നില്ല? Yeah. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ.
ഓഡിയബിൾ അല്ലേ? അതെ അതെ. Yes. ഓക്കെ. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഉഷാർ തന്നെയല്ലേ? ഉഷാറ് സർ. Okay, sir. നമ്മള് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒരു സൈക്കോ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പരമാവധി എന്താണ് ഒരു സൈക്കോ തെറാപ്പി, അതായത് ഏതെങ്കിലും തെറാപ്പികൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള തെറാപ്പികളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ പരമാവധി അവയർനെസ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട തെറാപ്പികളുണ്ട്. എങ്കിൽ പോലും നമ്മളും ആരും ശ്രദ്ധിക്കപ്പെടാത്ത, ആരും ഉപയോഗിക്കപ്പെടാത്ത ഒരുപാട് തെറാപ്പികൾ, 75ഓളം തെറാപ്പികൾ നിലവിൽ നമ്മൾ എന്താണ് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അതിൻ്റെ അപ്പുറമുണ്ട് ആരും ഉപയോഗിക്കാത്ത, നമ്മൾ കേട്ട് പരിചയം പോലും ഇല്ലാത്ത തെറാപ്പികളുണ്ട്. എങ്കിൽ പോലും എന്താണ് ഈ ഒരു സാറ് പറഞ്ഞതുപോലെ ഈ ഒരു നോളജ് ഹബിൽ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് എന്താണ് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ അക്കാദമിനെ അറിയിക്കുന്നുണ്ട്, എന്നെ അറിയിക്കുന്നുണ്ട്, സാറിനെ അറിയിക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷം. ഇന്നത്തെ ഒരു സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു തെറാപ്പി, അതായത് ഗ്രൂപ്പ് തെറാപ്പി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഗ്രൂപ്പായിട്ട് നടത്തേണ്ട ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 2-3 ആൾക്കാർ സജഷൻ ചെയ്തിരുന്നു, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സെഷൻ നടത്തിയിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നേനെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ, നമുക്കൊരു തെറാപ്പി സെഷൻ ക്ലാസ്സിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ഡിസ്കഷൻ ലാസ്റ്റിലേക്ക് വെക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൈക്കോ തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു തെറാപ്പിയാണ് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ സാഹചര്യം, നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഏതൊക്കെ മേഖലയിലാണ് പ്രശ്നബാധിതരാകുന്നത്, ഏതൊക്കെ ബിഹേവിയറിലാണ് അവർ അകപ്പെട്ട് പോകുന്നത്, അതൊക്കെ എന്താണ് നമ്മൾ ന്യൂസിലും നമ്മുടെ വീട്ടിലൊക്കെ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു സൈക്കോ തെറാപ്പിയിൽ തന്നെ മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു തെറാപ്പി തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ഒരുമിച്ചിരുന്ന് ഒരു തെറാപ്പിസ്റ്റിൻ്റെ കൂടെ അത് അവരുടെ ഇമോഷൻസും ചിന്തകളും വൈകാരികമായിട്ട് എല്ലാ പ്രയാസങ്ങളും അവർ ഷെയർ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അവർ തെറാപ്പിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആളുകളുടെ വൈകാരികമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 8-9 ആളുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ തെറാപ്പി സെക്ഷൻ ഉൾപ്പെടുത്തുക. ഈ ഒരു തെറാപ്പിയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ പറയാം, അതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഒരു സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. കാരണം ഒരു ഗ്രൂപ്പിൽ 8 പേരുള്ളതിൽ 8 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടാവില്ല. എന്നപ്പോൾ ഒരാൾ വന്നിട്ട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ അയാൾ പറയുമ്പോൾ മറ്റേ ആൾക്ക് ചിലപ്പോൾ മറ്റേ കൂടെ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചിരിയായിരിക്കും വരിക. ഓ, ഈ ഒരു ചെറിയ പ്രശ്നത്തിനാണോ ഇയാൾ വന്നിട്ടുള്ളത്, എന്നാ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പല ഇമോഷൻസും എന്താണ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകൾ പ്രകടിപ്പിക്കാനും ചിലപ്പോൾ ഭയങ്കര പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് 8 പേരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള നിങ്ങൾ ഗ്രൂപ്പ് തെറാപ്പികൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തികളെ കുറിച്ചും അവർക്ക് എന്താണ് പ്രയാസങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് എന്താണ് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ എന്താണ് നമ്മൾ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സഹായകനായിട്ട് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയകൾ, ഒന്ന് അഡിക്ഷൻ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാലത്ത് വളരെ ഉപകാരപ്പെട്ട കാര്യം ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്ന മേഖല എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ തന്നെ OCD, പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡർ, ജനറിക് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ഫോബിയാസ്, PTSD പോലെയുള്ള പലതരത്തിലുള്ള മെൻ്റൽ ഡിസോർഡർ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് സെഷനായിട്ട് നമുക്ക് ഇവർക്ക് തെറാപ്പി കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ഈ ഒരു തെറാപ്പി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു തെറാപ്പി കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്കുള്ള വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് അവരെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആരാണ്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എൻ്റെ ചിന്തകൾ എന്താണ്, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം വരുന്നു
എവിടുന്ന് വരുന്നു, ആരിനാൽ ഞാൻ ഇതാണ് ബുദ്ധിമുട്ടാകുന്നുണ്ട്, എന്നെ കൊണ്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ് ഈ ഒരു തെറാപ്പി കൊണ്ട്. അതായത് അവരെ തന്നെ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തൻ്റെ പ്രശ്നങ്ങൾ എന്താണ്. അവരെ പ്രധാനമായിട്ടും തെറ്റായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെ തെറ്റായിട്ടുള്ള ചിന്തകൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ തെറ്റായ ദിശയിലേക്ക് കൂടെ പോവുകയാണ്. ഈ ചിന്തകൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റൂ. അതേപോലെ തന്നെ എന്താണ്, ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒന്ന് പ്രകടിപ്പിക്കാനും, അതായത് പബ്ലിക്കായിട്ട് ഒരു 8 പേരുള്ള ഒരു ഗ്രൂപ്പിൽ അല്ലെ 5-6 പേരുള്ള ഗ്രൂപ്പിൽ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് കരയാന്, അല്ല ഈ ഒരു പിക്ചറിൽ തന്നെ കണ്ടില്ലേ, ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരാൾ കരയാണെങ്കിൽ, പബ്ലിക്കായിട്ട് ഒരാളോട് കരയാൻ പറയുകയാണെങ്കിൽ അയാൾക്കത് വളരെ കാരണം എന്താണ്, ബുദ്ധിമുട്ടാണ്. പലർക്കും ഈ ഒരു പ്രയാസം നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് വളരെ അധികം ഈ ഒരു തെറാപ്പി കൊണ്ട് ഉദ്ദേശം. അതേപോലെ തന്നെ നല്ലൊരു ചുറ്റുപാട്, സാമൂഹികപരമായിട്ടും സോഷ്യലായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഫാമിലി എല്ലാവരും ചുറ്റുപാടുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അവർക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമിനെ ഈ ഗ്രൂപ്പിലൂടെ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. പലതരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഐറ്റംസ് ആയിട്ടാണ് ഓരോ ഗ്രൂപ്പിനും നമ്മൾ ഓരോന്നായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒന്നുണ്ട് സൈക്കോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്കോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ആൻഡ് ഗൈഡൻസ് ഗ്രൂപ്പ് എന്നപ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടും ആങ്സൈറ്റി ഉള്ള ആളുകളായിരിക്കും. അതായത് തൻ്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭീഷണി നേരിടാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാനുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ജെറിയാട്രിക് പോലെ ഏജ് ആയിട്ടുള്ള ഈ റിട്ടയർമെന്റ് കഴിക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്കാണ് പ്രധാനമായിട്ടും സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. കാരണം അവരുടെ ലൈഫിൽ നിന്ന് ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റിൽ ആകുന്ന സമയത്ത് പിന്നീട് കുട്ടികളൊക്കെ അവരൊക്കെ അകന്ന് നിൽക്കുന്ന സമയമായിരിക്കും. ആ അകന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ്, ഇവർ രണ്ടുപേരും ഒറ്റക്കായി, ഭാര്യയും ഭർത്താവും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇങ്ങനെ പല സാഹചര്യം എന്താണ്, അവർക്ക് ലോൺലെസ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഇങ്ങനത്തെ സാഹചര്യം അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കലാണ് പ്രധാനം. പിന്നെ അതേപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ആ ലൈഫിലൊക്കെ ഒന്നാണ് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു പ്രണയം കഴിഞ്ഞിട്ടുള്ള ആളെ, ഒരു പ്രണയിച്ച് കഴിഞ്ഞു, അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു, അത് ചിലപ്പോൾ അല്ലെങ്കിൽ നല്ല എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നല്ല കല്യാണം കഴിഞ്ഞു, ആദ്യം ഒരു ചിലപ്പോൾ 1-2 മാസത്തിൽ കഴിഞ്ഞ ശേഷം ആ പാർട്ണർ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ അതിൽ നിന്ന് അവർക്കൊരു കംബാക്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്താണ്, സൈക്കോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലാണ് പെടുക. അവർക്ക് അതിൻ്റെ അവയർനെസ് കൊടുക്കുക, ഫ്യൂച്ചറിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ കൗൺസിലിംഗ് ഇന്റർപേഴ്സണൽ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ, ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിപ്രഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കാരണം ഒരു മാനസികാവസ്ഥയിൽ പോയിട്ടുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്, അതിന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ പലതരത്തിലുള്ള നോർമലായിട്ടുള്ള മെന്റൽ ഡിസീസസുമായിട്ടുള്ള ബന്ധപ്പെട്ടതിനാണ് കൗൺസിലിംഗ് ഇന്റർപേഴ്സണൽ ആ ഒരു സെക്ഷനിലേക്ക് വരിക. ഇനിയിപ്പോൾ അതേപോലെ സൈക്കോതെറാപ്പി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സ്വന്തം ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ പിന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ ആഴത്തിലുള്ള എവിടെ ചിലപ്പോൾ ഒരു ട്രോമ, അബ്യൂസ്ഡ്, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നു. ഇന്നർ ഹീൽ ചെയ്യുക എന്ന് പറയും. ആ ഇന്നർ ഹീൽ ചിലപ്പോൾ ഈ ഒരു സൈക്കോ തെറാപ്പി, അതിനാൽ പല തെറാപ്പികൾ ഉപയോഗിച്ചിട്ട് ഇവരെന്താണ്, ചിലപ്പോൾ ഇതിൽ കൊഗ്നിറ്റീവ് ഉപയോഗിക്കും, DBT ഉപയോഗിക്കും, RBT ഉപയോഗിക്കും, അതേപോലെ പ്ലേ തെറാപ്പി ഉപയോഗിക്കും, പലതരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ സോറി, ഈ ഒരു PPTയിൽ കുട്ടികൾ ആരോ കളിക്കുന്നുണ്ടോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് മാറ്റാൻ പറ്റുമോ? അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും മറ്റുള്ളവർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സൈക്കോ തെറാപ്പി എന്ന് പറയും സാധാരണ ഉണ്ടാവുന്ന എല്ലാ മെന്റൽ ഡിസീസും നമ്മൾ ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ അവർക്ക് ഈ ടാസ്ക് വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാവും.
അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്കാണ് എന്തെങ്കിലും പിന്നെ സ്കൂൾ അസൈൻമെന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതിനുമായിട്ട് ടെൻഷൻ, എങ്ങനെ ഒരു അസൈൻമെന്റ്, അവർക്കെല്ലാം അതിനെപ്പറ്റി അറിയാം. പക്ഷെ അതെന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അത് എങ്ങനെ തുടങ്ങും, സ്റ്റാർട്ടപ്പ് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധി, അങ്ങനെ പലതരത്തിലുള്ള ഈ ഒരു വർക്ക് ഏരിയയുമായിട്ടുള്ള ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ LKG UKG മുതൽ എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ പെടും. പിന്നെ അതേപോലെ തന്നെ ഹൈ ആയിട്ട് ലെവലിൽ ഓഫ് ബിസിനസ്സുകാർ, അതുപോലെ തന്നെ അവർക്ക് സ്റ്റാഫുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, അങ്ങനെ പലതരത്തിലുള്ള ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള അല്ല വർക്കുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ എന്താണ് ഈ ഒരു ഗ്രൂപ്പിലും നമുക്ക് ഉൾപ്പെടാം. ഇങ്ങനെ ഒരു 4 ഗ്രൂപ്പായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, സൈക്കോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് പറഞ്ഞു. 4 ഞാൻ ഈ ഒരു കാരണം ബ്രീഫായിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് പോകുന്നത് കുറച്ച് സ്റ്റേജുകൾ പറയുന്നു. ഈ ഒരു സ്റ്റേജ് പ്രകാരമായിരിക്കും ഈ ഒരു തെറാപ്പി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒന്നാമത്തതാണ് ഫോമിംഗ് എന്ന് പറയുന്നത്. ഫോമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോമിങ്ങിൻ്റെ മലയാളം രൂപീകരിക്കുക എന്നാണ്, രൂപീകരണം എന്നാണ് അതിനെപ്പറ്റി പറയുക. അപ്പോൾ ഇതിൽ പ്രധാനമായി ഒരു ഫോമിംഗ് സെഷനിൽ, അതായത് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു, അതിനുശേഷം എന്താണ് ഈ ഒരു ഗ്രൂപ്പിന്റെ നിയമങ്ങൾ പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു ഗ്രൂപ്പിലുള്ള സെഷൻ ഫോമിംഗ് തുടങ്ങുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ആണോ ഉള്ളത് ആ മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നമ്മൾ ഇതുവരെ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്, എല്ലാവരും അപരിചിതരാണ്, ആ രീതിയിലായിരിക്കും കാണേണ്ടത്. അതല്ലാതെ വന്ന ഉടനെ എന്താണ് ഇവരൊരു കൊളാബറേറ്റ് ചെയ്ത് പിന്നെ പരിചയപ്പെടുക, പിന്നെ വാട്സപ്പ് ചാറ്റിംഗ് ആയി പിന്നെ പ്രശ്നങ്ങളായി, അതല്ല. കാരണം 8 പേരുള്ള ഒരു ഗ്രൂപ്പാണ്, 8 പേരും അപരിചിതരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനൊന്നും തുടക്കത്തിലാവുന്നില്ല. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ 8 പേരെ നിലനിർത്തുന്നു എന്നുള്ള ഒരു സെക്ഷനാണ് ഈ ഫോമിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് സ്റ്റോമിംഗ് ആണ്. സ്റ്റോമിംഗ് എന്ന് പറയുന്ന ആക്രമണങ്ങൾ എന്നാണ് അർത്ഥം പറയും. അപ്പോൾ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് അവിടെ അടി ഉണ്ടാക്കുക എന്നല്ല, ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളും ചിന്തകളും അവിടെ പങ്കുവെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആ സമയത്ത് എന്താണ് ഈ ഗ്രൂപ്പിൽ പല ഡിപ്രഷനുള്ള ആളുകളുണ്ടാവും, ആങ്സൈറ്റി ഉള്ള ആളുകളുണ്ടാവും, OCD ഉള്ള ആളുകളുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമോഷൻസിനെ അവിടെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവരുടെ ചിന്തകൾ എന്താണ്, നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ടീമിൻ്റെ ഭാഗമല്ല, കാരണം ഈ ഒരു ടീമിൻ്റെ ഭാഗമല്ല, നിങ്ങൾ വ്യക്തികളായി തന്നെ തുടരുക എന്ന് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കണം. നിങ്ങളൊരു ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, ആ ഗ്രൂപ്പിൽ എന്താണ് നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണമെന്നില്ല, നിങ്ങളൊരു വ്യക്തിയായിട്ട് ആ ഗ്രൂപ്പിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഈ 7 പേരോ 8 പേരോ ഉള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റീവായി നെഗറ്റീവായി ഈ ഒരു പ്രശ്നത്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നത്തിനൊന്നും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ ഒരു ആക്രമണമാണ്. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകൾ നെഗറ്റീവായിട്ട് നല്ല കമൻറ്റുകളൊക്കെ, ഒരു മോശമായിട്ടുള്ള കമൻറ്റ് വരും, നല്ല കമൻ്റ് ഒക്കെ പറയും. അതേ സമയത്ത് ഈ ഒരു ചെറുക്കാനുള്ള ഒരു കഴിവ്, എവിടെയും ചുറ്റുപാടുന്ന് വരുന്ന എല്ലാ വാക്കുകളും എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യം ചെറുക്കാനുള്ള ആ സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കാരണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ മോശമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളും അതേപോലെ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ നിങ്ങളും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ഇവിടം വരെ വരണ്ട, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടല്ലേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിഹേവിയർ കാണിച്ചത് കൊണ്ടല്ലേ വീട്ടുകാർ മൊത്തം നിങ്ങളെ വെറുക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവിടെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില പ്രയാസങ്ങൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക എന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളുകളിൽ നിന്ന്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് സ്റ്റോമിംഗ് എന്ന് പറയും. ഇനി അടുത്തതായി നോമിംഗ്. അതായത് നോമിംഗ് എന്ന് പറയുന്നത് ആളുകളുമായിട്ട് ടീമിൻ്റെ, അതായത് ഒരു സെഷൻ കഴിഞ്ഞു, ഒന്നാമത്തെ സെഷൻ ആളുകളുമായിട്ട് പരിചയപ്പെടുത്തും, ചെറിയൊരു റാപ്പോ ബിൽഡപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറാപ്പിസ്റ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം അവരെ നമ്മൾ ഒരു ടീമിൻ്റെ ഭാഗമല്ല, വ്യക്തിയായിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയണത്
കുറച്ച് കാര്യങ്ങൾ ഈ ഗ്രൂപ്പിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിമിതി വരെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് ഏത് രീതിയിലാണ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി നിൽക്കുക. അതായത് 7 പേർക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇയാളെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ പ്രശ്നം പറഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്താണ്, ഞാൻ അതിന് ഇത്രത്തോളം സപ്പോർട്ടീവ് ചെയ്തു, അതിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഒരു അംഗമായിട്ട് അവിടെ നിൽക്കുക എന്നതിനാണ് നോമിങ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമിങ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. അടുത്തത് പെർഫോമിംഗ് ആണ്. പെർഫോമിംഗ് എന്ന് പറയുന്നത് സാധാരണ പ്രകടനം പ്രകടിപ്പിക്കുക, പ്രകടനം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഗ്രൂപ്പ് അംഗങ്ങളുമായിട്ട്, അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഓപ്പൺ ആൻഡ് ട്രസ്റ്റിംഗ്, അതായത് അവിടെ കളവ് പറയാൻ പാടില്ല. തൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ അതുപോലത്തെ അത് സത്യസന്ധമായിട്ട് എന്താണ് മറ്റുള്ള ആൾക്കാർക്ക് കേൾക്കക്ക രീതിയിൽ പിന്നെ അവരോട് ചർച്ച ചെയ്യാനുണ്ട് ഒരവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കി വേണ്ടി വരും. ഹൈറാർക്കി ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അവരോട് ഏത് സമയത്തൊക്കെ ആങ്സൈറ്റി ഉണ്ടാവുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, എന്താണ് സ്വയമായിട്ട് എന്താണ് ഒരു ലിസ്റ്റ് അവരെ കൊണ്ട് ഉണ്ടാക്കി ആ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, ചിന്തയിൽ എന്തൊക്കെയാണ് പറ്റുന്നത്, അത് സത്യമായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നതിനെയാണ് പെർഫോമിംഗ് എന്ന് പറയും. അല്ലെ പെർഫോമിംഗ് എന്ന് കേൾക്കുമ്പോൾ അവിടെ പോയിട്ട് എന്താണ് മറ്റൊരു രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതല്ല, അതും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അഡ്ജേണിംഗ് എന്ന് പറഞ്ഞാലോ, അഡ്ജേണിംഗ് എന്ന് പറയുന്നത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് ഇതുവരെ നടന്നിട്ടുള്ള ഗ്രൂപ്പിലെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഓരോ ഗ്രൂപ്പ് അംഗത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാവനകൾ, അതായത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 6 പേര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 6 പേരുടെയും പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വേറൊന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഒരിക്കൽ പോലും ഒരാൾ അയാളോട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ഈ ഗ്രൂപ്പിൽ 7 പേരുണ്ടെങ്കിൽ 7 പേര് ഒരാളോട് മാത്രം പേഴ്സണലായിട്ട് സംസാരിക്കാൻ പാടില്ല. ചെയ്യുമ്പോൾ എന്ത് പ്രശ്നമാണോ ഉള്ളത് 7 ആൾ ഫ്രണ്ട് ഓഫ് തെറാപ്പിസ്റ്റിന്റെ മുമ്പിൽ വെച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഒരാളുമായിട്ട് ഈ ഗ്രൂപ്പിൽ ഒരാളൊരു പേഴ്സണൽ കോണ്ടാക്ട് പാടില്ല. അത് വളരെ റിസ്ക് ആണ്. കാരണം ഇതിന്റെ ഒരു ലിമിറ്റേഷൻസും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറയുന്നുണ്ട് ലാസ്റ്റിലേക്ക്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒരു തെറാപ്പി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. തെറാപ്പിസ്റ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോ അടുത്തത്, എങ്ങനെയാണ് ഇതൊരു തെറാപ്പി നമ്മൾ കണ്ടക്ട് ചെയ്യുക? പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യൽ, അതായത് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു രഹസ്യ സ്വഭാവം പാലിക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യം പുറത്തറിയാൻ പാടില്ല. അതായത് നിങ്ങളുടെ ഈ ഒരു 7 പേര് 8 പേരുള്ള ആ സർക്കിളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരാൾ പുറത്തു പോയി പറയാൻ പാടില്ല എന്ന് അത് ഇനി തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഒരു കോ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ പോലും ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ചകൾ പുറത്ത് ആരോട് പറയാൻ പാടില്ല. ആ പറഞ്ഞത് കൊണ്ട് പിന്നീട് ഒരാളും അറിയാനും പാടില്ല. കാരണം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളോട് വന്ന് നിങ്ങളെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പ്രയാസമായിട്ട് അയാളെടുത്ത് പോയിട്ടുണ്ടായെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ ഒരു ഗ്രൂപ്പിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ അറ്റൻഡൻസ് വളരെ നിർബന്ധമാണ്. അതായത് ഗ്രൂപ്പിൽ ഒരാൾ ഒരു സെഷനിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വേണം. നിങ്ങൾക്ക് ആദ്യം നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോവാം. പക്ഷെ അതിന് പകരക്കാരനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ പോയി അതിന് പകരക്കാരൻ വേറൊരാൾ കയറ്റുക എന്നുള്ളത് അത് പാടില്ല. എത്ര പേരാണുള്ള ഒരാൾ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല.
പക്ഷെ അതിൽ വേറൊരാൾ കയറ്റരുത്. അതും വളരെ നിർബന്ധമാണ്. ഇപ്പൊ നിലവിൽ ഒരാൾ വരുന്നിട്ടുണ്ടെങ്കിൽ അയാളോട് സ്ഥിരമായിട്ട് വരാൻ പറയും. എത്ര സെഷൻ നിങ്ങൾക്ക് ഇത്ര ദിവസം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ തെറാപ്പി നമ്മൾ ചെയ്യണം, അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് പങ്കെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങളെ പ്രയാസങ്ങൾ ചിലതൊക്കെ എന്തെങ്കിലും കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ഒരു നല്ലൊരു ലൈഫ് കിട്ടൂ എന്നൊക്കെ. പിന്നെ അതേപോലെ എന്താണ് ഗ്രൂപ്പ് അംഗങ്ങളുമായിട്ട് എപ്പോഴും നല്ല സോഷ്യലായിട്ട് ഇടപഴകുക, നല്ല കാര്യങ്ങൾ പറയാം. അതല്ലാണ്ട് വേറെ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ക്ലിനിക്കിലാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണോ, ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് എവിടെ നിന്നാണ് ഇവർ കൊടുക്കുന്നത് അവിടെ പബ്ലിക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് അതൊന്നും കൂടുതലായിട്ടില്ല. പക്ഷെ സെൽഫായിട്ട് ജേണലും കാര്യങ്ങളൊക്കെ എഴുതാൻ പറയും. അതിനപ്പുറം നമ്മൾ ഈ ഗ്രൂപ്പ് എല്ലാ ആക്ടിവിറ്റീസും ഗ്രൂപ്പിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഫീലിങ്സ്, അതായത് ഇമോഷൻസുകൾ പരമാവധി വാക്കാലെ പറയാൻ ശ്രമിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പലർക്കും ഇമോഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രകടിപ്പിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ കരച്ചിലായിരിക്കാം. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾ അത് കണ്ട് വേറൊരാളും കരയും. അത് പാടില്ല. നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണോ ഉള്ളത്, കരയും. ഞാനിപ്പോൾ കരയാൻ പോവുകയാണ്. ആ കരയാൻ എങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് ഞാൻ പറയും എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്, കരച്ചിലാണ് വരിക. ആ ഇമോഷൻസ് പ്രകടിക്കാൻ വാക്കാലെ പറയാം, എനിക്കിപ്പോൾ കരച്ചിലാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ആങ്സൈറ്റി ലെവൽ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ എനിക്ക് വല്ല ഷിവറിങ് ഉണ്ടാവുന്നു, എന്താണ് ഫീലിങ്സ് ഉള്ളത് അവരെ കൊണ്ട് വാക്കാലെ പറയിപ്പിക്കുക. അത് വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ എത്ര പേരാണ് ഈ ഗ്രൂപ്പിൽ കൊടുക്കുന്നത്, മാക്സിമം 8 പേരാണ്, വേണമെങ്കിൽ 10 പേരാക്കാന്നുള്ള. ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറും ബാക്കിയുള്ളവരും മെമ്പറുമാണ്. നമ്മൾ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള റോള് മാത്രമേ നമുക്ക് അവരുള്ളൂ. അപ്പൊ ആ ലീഡർ എന്താണ് അവരോട് പറയുന്നത് പൂർണ്ണമായിട്ടും അനുസരിക്കണം എന്നില്ല. ലീഡർ ചിലപ്പോൾ ഒരു പ്രശ്നക്കാരനാണ്, പ്രയാസമുള്ള അനുഭവിച്ച് വരുന്ന ആള്. അപ്പൊ അയാളെ ബേസ് വെച്ചിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യം അയാൾ പറയും. അപ്പൊ ലീഡർ പറയുന്ന സമയത്ത് പൂർണ്ണമായും നിങ്ങൾ അംഗീകരിക്കണമില്ല. നിങ്ങൾക്ക് അവിടെ അയാൾ പറയുന്നത് തെറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അവിടെ കമന്റ് പറയാം, അതിന് പോസിറ്റീവായിട്ട് മാത്രം. ഇനിയിപ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ ലീഡറോട് പറയണം, ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് കമന്റ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രതികരിക്കാൻ പാടില്ല, അത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ സർ. നോമിങ് ഒന്നുകൂടെ പറയൂ സർ. നോമിങ് എന്ന് പറയുന്നത് പിന്നെ അയാളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടീമിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുക എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു അയാൾ ടീമിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന വ്യക്തിയായിട്ട് നിൽക്കുക നമ്മൾ പറഞ്ഞു. ആ വ്യക്തിയായി നിൽക്കുന്നതിന് ശേഷം പിന്നെ ഈ ഒരു കുറേ കാര്യങ്ങൾ ശേഷം ഈ ഒരു ടീമിന്റെ എത്ര പേരുണ്ടോ അവരുടെ ഇമോഷൻസും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു വ്യക്തിയായി നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഗ്രൂപ്പിന്റെ അംഗമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ മാത്രം. കാരണം ഗ്രൂപ്പിൽ നിങ്ങളെപ്പോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ ഈ പ്രയാസമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഗ്രൂപ്പ് പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ പോകാൻ പറ്റും. പക്ഷെ അവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്താഗതി വരും. പക്ഷെ നമ്മൾ പറഞ്ഞെടുക്കേണ്ട ഗ്രൂപ്പിൽ നിങ്ങളെപ്പോലെ പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ്, അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ ഒരു അതിഥിയായിട്ടോ ഒരു അംഗമായിട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിൽക്കാം, ജോയിൻ ചെയ്യാം എല്ലാ സെഷനും. ഇതാണ് നോമിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഇതിൽ ഇനിയിപ്പോൾ തെറാപ്യൂട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട, തെറാപ്പി കൊടുക്കുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് എന്നതിൽ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റിയാണ്. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ല എന്നുള്ള ബോധം ആളുകളിൽ പ്രധാനമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒറ്റക്കല്ല. അതേപോലെ തന്നെ എന്നെപ്പോലെ മറ്റുള്ള ആളുകൾക്കും ഒരുപാട് ആളുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും പ്രയാസങ്ങൾ ഉണ്ടാവാൻ ദൈവം ഒരുപാട് പ്രയാസങ്ങൾ എനിക്കും തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അത് എന്നിൽ നിന്നും ഞാൻ മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ള ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്.
അത് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അവരെ മസ്റ്റായിട്ട് എന്താണ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് പറയേണ്ടതാണ്. അവരെ ചിന്താഗതി മാറ്റി കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് എന്താണ് നമ്മൾ CBT ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അൾട്രോയിസം എന്ന് പറയുന്നതാണ് മറ്റുള്ള ആളുകളെ എന്താണ് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റുള്ള എങ്ങനെ സഹായിക്കുക? രണ്ടുപേരും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ സങ്കടത്തോട് ഇങ്ങനെ കരയുക, സംസാരിക്കുക, ആളെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഈ ഇപ്പുറത്തിരിക്കുന്ന 2 ക്ലയന്റിനെയും അവരെ ജസ്റ്റ് രണ്ടാളെ തോളിൽ ഒന്ന് ജസ്റ്റ് തൊടിയിപ്പിക്കുക. എന്താണ്? ആ ക്ലയന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു സപ്പോർട്ടാണ്. മെന്റലി, ഫിസിക്കലി എല്ലാം. കാരണം കൊണ്ട് എന്താണ് ആ പറയുന്ന ആൾക്ക് എന്താണ് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം മറ്റുള്ള ആളുകൾ കേൾവിക്കാരല്ല അവിടെ. സപ്പോർട്ട് മാക്സിമം കൊടുക്കുക എന്നുള്ള ഫിസിക്കലി ആയിട്ട് കൊടുക്കണം. മെന്റലി ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ആണോ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ സംഘടന തോന്നുന്നു എന്നുള്ള രീതി ബാക്കിയുള്ളവരെ കൊണ്ട് എന്താണ് കമന്റുകളും പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് അൾട്രോയിസം. ഇനിയിപ്പോൾ അതേപോലെ ഇൻസ്റ്റലേഷൻ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ തൻ്റെ ലൈഫിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ തൻ്റെ ജീവിതം വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഹോപ്പ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതം ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതായിട്ടുള്ള ആളുകളുടെ കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളെ മുമ്പിൽ നമുക്ക് വീഡിയോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ രീതിയിലായിരിക്കണം അവർക്കൊരു ലൈഫിലേക്ക് ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ ഒരു ഡിപ്രഷനിൽ കഴിഞ്ഞുള്ള ഒരാളാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും, എനിക്കിനി എൻ്റെ ലൈഫിൽ ഒന്നും നേടാനില്ല, ഓൺലി തോട്ട് സൂയിസ്, എങ്ങനെയെങ്കിലും അങ്ങോട്ട് മരിച്ചാൽ മതി എന്നുള്ള ആ ചിന്തയായിട്ട് വന്നിട്ടുള്ള ആൾക്കാണ്ടൊക്കെ ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പിയിൽ വളരെ പ്രതീക്ഷ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്, അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ലൈഫിൽ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അയാൾ ഇപ്പോഴും എന്താണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾക്ക് മുമ്പ് ഒരു അവസ്ഥ ഇതുപോലെ ഉണ്ടായിരുന്നു, ആ അവസ്ഥയിൽ എന്താണ് ഇയാൾ റിക്കവർ ചെയ്ത് ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പ്രശ്നം അയാൾ മുമ്പ് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഈ ഒരു ഇതിൽ അയാൾക്കൊരു ഹോപ്പാണ്, ലൈഫിലേക്ക് മുന്നോട്ട് ഇനിയും പോവാം എന്നുള്ളത്. ആ രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, നമ്മൾ കൊടുക്കുന്ന ഓരോ ആക്ടിവിറ്റിയും എപ്പോഴും എന്താണ് അതിനെപ്പറ്റി ഗൈഡൻസ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, പിന്തുണ കൊടുക്കുക. പിന്നെ അവരുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ ആഗ്രഹങ്ങളുള്ളത്, ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് മറ്റുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിനോട് ഇയാൾക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അത് എന്താണ് നിങ്ങളൊരു സപ്പോർട്ട്, അയാളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്നുള്ളത് മറ്റുള്ള ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളോട് പറയിപ്പിക്കുക. എന്താണ് അവർ നല്ലതായി പറയും, കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്താണ് അതിൽ നല്ലാത്തൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ അഞ്ചാമത്തത് ഇമ്പാർട്ടിങ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചും അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ മുമ്പ് പറഞ്ഞ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു ഏരിയയിലാണ് പ്രശ്നത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ആദ്യ സെഷൻ, ഒന്നാമത്തെ രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞത് അത് നടക്കില്ല. ഒരു 3-4 സെഷൻ എന്താണ് അവരെ കാര്യം കൂടുതലായിട്ട് 7-8 പേരെന്താണ് മാക്സിമം എന്താണ് ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് 45 മിനിറ്റ് 1 മണിക്കൂറാണ്. അപ്പോൾ ആ മണിക്കൂറിൽ എല്ലാവരെ കൊണ്ട് ചിലപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആണ്. ഇതിലേക്ക് നമ്മൾ കുറേ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും, ഓരോ വിഷയം ഒരാൾ പറഞ്ഞതിന് ശേഷവും. അപ്പോൾ അതെന്താണ് പ്രശ്നബാധിത മേഖലയിലേക്ക് ഓരോരുത്തരെയും നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ 6-7 സെഷനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് കുറേ പറയാനുണ്ടാവും തന്നെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. അന്നപ്പോൾ അത് ഡീപ്പായിട്ട് തന്നെ അവർ പറയുമ്പോൾ അവർക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാതെ അവർക്കുള്ള സമയം നമ്മൾ കൊടുക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഡെവലപ്പിംഗ് സോഷ്യൽ സ്കില്ല് അവിടേക്ക് വരുമ്പോൾ അവർക്ക് സോഷ്യൽ സ്കില്ല് എന്ന് പറയുന്നത് അവരുടെ ആശങ്കകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർക്ക് എന്തിനോടാണ് വറീസ് ഉള്ളത്, അതേപോലെ തന്നെ അവരെവിടെയാണ് ഒരു നിരീക്ഷണങ്ങൾ കൂടുതൽ നടത്തുന്നത്, ഏത് മേഖലയിൽ കൂടെ, ഇനി ഫാമിലി ലൈഫിലാണോ, ഇനി ജോബുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ എന്താണ് അവരെ കുട്ടികളാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട, ഇനി സ്കൂളുമായിട്ടുള്ള ബന്ധമാണ്, അവർ ഈ ഒരു പ്രശ്നവുമായിട്ട് ഏത് മേഖലയിലാണ് കൂടുതലായി നിരീക്ഷിക്കുന്നത്. അത് വളരെ ഇപ്പോൾ ഈ ഒരു PPTയിൽ നിങ്ങൾ സോഷ്യൽ സ്കില്ല് എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യൽ സ്കില്ല് പഠിപ്പിക്കുകയല്ല, ഏത് മേഖലയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയണം. അവർ പ്രശ്നമായി ബന്ധപ്പെട്ടുള്ള
കടന്നു പോകുന്നത്, ആ കടന്നു പോകുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി ആയിരിക്കണം. ഇനിയിപ്പോൾ ഇന്റർപേഴ്സണൽ ലേണിംഗിലേക്ക് വരുന്ന സമയത്ത് ഇത് വളരെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ, ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ ഓപ്പോസിറ്റ് ഓരോരുത്തരെ കുറിച്ചും ഇന്റർപേഴ്സണൽ ആയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളിൽ ഒരാളെ കുറിച്ച് പഠിക്കുന്നു, നിങ്ങൾ വേറൊരാളെ കുറിച്ച്, 8 പേരുണ്ട്, ഈ 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം പഠിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെ പ്രയാസങ്ങൾ അനുസരിച്ച് കേട്ടതിന് ശേഷം അവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് അതിനെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടിനനുസരിച്ച് എന്താ അയാൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അയാളുടെ നേരെന്താണ് അയാൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുക. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്നതിനെയാണ് ഇന്റർപേഴ്സണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൊഹിഷനിലേക്ക് വന്നാലോ, ഈ ഒരു അതായത് ഗ്രൂപ്പിന്റെ ഐക്യത്തെ കാണിക്കുന്നതിനെയാണ് കോഹിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പ് നിലനിന്ന് പോകണമെങ്കിൽ നല്ലൊരു ഐക്യം വേണം. അല്ലാണ്ട് എപ്പോഴും അടിയും പിടിയും ആണെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. അതപ്പോൾ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളൊരു ഗ്രൂപ്പിന്റെ അംഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ അൾട്രോയിസം പറഞ്ഞതുപോലെ ഇൻസ്റ്റലേഷൻ ഹോപ്പ് അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കോഹിഷനിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പിന്റെ നേരത്തെ പറഞ്ഞ നോമിങ് ആ ഒരു അവസ്ഥ കഴിഞ്ഞ് ഈ ഒരു കൊഹിഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിന്റെ പൂർണ്ണമായിട്ടും ഒരു അംഗമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന തോട്ട് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ആ തോട്ട് ഇവർക്ക് ഉണ്ടാവണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ഇയാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് എല്ലാവരും ഓരോരുത്തരെയും നമ്മൾ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇനിയിപ്പോൾ കാതറൈസിസ് എന്ന് പറയുന്നത് പിന്നെ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് വൈകാരികമായിട്ടുള്ള ഒരുപാട് ആളുകൾ പിരിമുറുക്കം അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അതിൽ നിന്ന് അവർക്ക് മോചനം, അത് നമ്മൾ ഈ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ അവരെ പ്രയാസങ്ങൾ കേൾക്കുന്നതിന് ശേഷം ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സപ്പോർട്ട് അവർക്ക് ഷോൾഡർ ആയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. അതൊക്കെ അവർക്ക് നമ്മൾ മറ്റുള്ള അംഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നന്നാവും. പക്ഷേ ഈ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സാധാരണയായിട്ട് ഈ ഒരു തുടക്കത്തിൽ 1ാമത്തെ സെഷൻ 2ാം സെഷനിലൊന്നും ആളുകളൊന്നും സംസാരിക്കില്ല. അവർ അങ്ങോട്ട് എൻ്റെ പ്രശ്നം ഇയാൾ പറയാലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഓപ്പൺ ആക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഒരു ആൾക്കെങ്കിലും ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരാൾക്കെങ്കിലും അയാളുടെ പ്രയാസങ്ങളിലെങ്കിലും ഈ ആളുകളെ മുമ്പിൽ പറയാൻ നമ്മൾ അവരെ വില്ലിങ് ആക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ ശേഷം മറ്റുള്ളവർക്കാണ് ഒരു ടാസ്ക്കാണ്. നിങ്ങളെ പ്രശ്നങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം ഈ 7 പേരുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ഒരാൾ പരിചയമില്ല, അങ്ങോട്ട് പേഴ്സണലായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഇവിടുന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. പിന്നീടാണ് ഇവർ തമ്മിൽ ഒരു ബോണ്ടിങ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവരുടെ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് ഒരു ഹെൽപ്പായിട്ട് ഓരോരുത്തരും മാറുക എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എക്സ്റ്റൻഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ജീവിതത്തിൽ സാധാരണ ഒരു ഫിലോസഫിയൊക്കെ വേണം. ജീവിതവും മരണവും ഒക്കെ എല്ലാം യാഥാർത്ഥ്യമാണ്. കാരണം മരണവുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫിൽ ആരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഡിപ്രസീവായി പ്രശ്നങ്ങളായിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നതും മരണം എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ആളുകളെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുണ്ടാക്കിയ സക്സസീവായിട്ട് ലൈഫ് കുറഞ്ഞു കൊടുക്കുക. പിന്നെ പഴയ ഓർമ്മകൾ അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അവർക്കുള്ള നല്ല നല്ല ഓർമ്മകൾ എടുത്തിട്ട് ആ ഓർമ്മകളുമായിട്ട് ജീവിക്കാൻ പറയുക. ജീവിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിലായിരിക്കണം അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇമിറ്റേറ്റീവ് ബിഹേവിയർ ആണെങ്കിൽ, അതായത് ഇവരുടെ ലൈഫിൽ ഈ ഒരു 7 പേരുള്ള ആളുകൾ നല്ല ബിഹേവിയേഴ്സ് ഉള്ള ആളുകളുണ്ടാവും, അതേപോലെ നല്ല കഴിവുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ കഴിവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് അത് ഒരാളെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരെ ചിലപ്പോൾ അത് ഒരു റോൾ പ്ലേ മോഡലാക്കി ചിലപ്പോൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു തെറാപ്യൂട്ടിക് ഫാക്ടേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു 11 തെറാപ്യൂട്ടിക് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി കൊണ്ടുപോകുന്നത്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ സർ. Yes, sir. എക്സ്റ്റൻഷണൽ ഫാക്ടേഴ്സ് ഒന്നുകൂടെ പറയാമോ? എക്സ്റ്റൻഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവരെ ലൈഫുമായിട്ട്, അതായത് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞൊരു കേസൊക്കെ അല്ലേ, ഒരു മരിച്ചു പോയിട്ടുള്ള ഒരാൾ, അയാൾക്ക് വിട പറഞ്ഞു പോയി, കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ സമയം കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ആ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ പറഞ്ഞ് മനസ്സിലാക്കുക ജീവിതം എന്നൊക്കെ എങ്ങനെയാണ്,
ജീവിതവും മരണവും ഒക്കെ എന്താണ് ദൈവനിശ്ചയമാണ്. അത് നമ്മളാരും മുൻകൂട്ടി ഒരാളെ മനഃപൂർവ്വം മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ഈ ഒരു ലോകത്ത് വന്നാൽ മരണം ഉറപ്പാണ്. അതിനനുസരിച്ച് എന്താണ് നമ്മൾ അതിനെ ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അതൊരു മോട്ടിവേഷൻ ആവണം, എൻകറേജ്മെന്റ് ആവണം. അവരുടെ ലൈഫിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. കാരണം ഈ ഒരു വേർപാട് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അതിനെ വേറെ എന്ത് നേട്ടങ്ങൾക്ക് അപ്പുറമായിരിക്കും. കാരണം ആ ഒരു ഏജ് അനുസരിച്ചിട്ട് അവരോട് പ്രയാസം അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഫിലോസഫി ഒരുപാട് അങ്ങോട്ട് പറയാന്നല്ല. കാരണം അവർക്ക് മനസ്സിലാകുന്ന നമ്മൾ കുറെ തള്ളുകൾ കൊടുക്കാറ്, ആ തള്ളിപ്പെടരുത്. പക്ഷെ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവണം, അച്ചീവബിൾ ആവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ എന്താണ് അക്സെപ്റ്റബിൾ കൂടി ആവണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മരിച്ചുപോയ ആളുകളെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ആ 2, 3, 4 കൊല്ലൊക്കെ കഴിഞ്ഞാലും ചില സമയത്ത് ആ ആ ഓർമ്മ വരുമ്പോ അത്തരം ആളുകൾക്കും ഇത് പറ്റുമോ? പിന്നെ പറ്റണം, നമ്മൾ അവിടെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു ആ ആ എക്സ്റ്റൻഷൻ ടൂൾസ്. കാരണം മരണം എന്ന് പറയുന്നത്, മരണം ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ മരിക്കൽ നിർബന്ധമായിട്ടുള്ളതാണ്. പക്ഷെ അയാൾ ഏത് സാഹചര്യത്തിലാണ് മരിച്ചിട്ട് അത് നിങ്ങളുടെ തെറ്റല്ല, അത് ദൈവനിശ്ചയമാണ്. അയാൾ ആ സമയത്ത് മരിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. അത് വെച്ച് നിങ്ങൾ എന്നും എന്താണ് നിങ്ങളുടെ ഈ പറയുന്ന സമയത്ത് എന്താണ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് ബാക്കിയുള്ള 7 പേരെ കൊണ്ടും അതേ സപ്പോർട്ട് ഇയാൾക്ക് കൊടുക്കണം. നമ്മൾ തെറാപ്പിസ്റ്റ്, അതായത് ഒരു സെഷൻ 2 പേരുണ്ടാവും. അതായത് ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടാവും, അസിസ്റ്റന്റ് തെറാപ്പിസ്റ്റ്. 2 പേരും ഒറ്റയ്ക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടുന്ന് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു അസിസ്റ്റന്റ് ആയിട്ട് ഒരാളെ നിങ്ങൾ വെക്കണം. കാരണം ഇവരെ 7 പേരാണ് മിനിമം ഉള്ളതെങ്കിൽ ആ ഗ്രൂപ്പിൽ പല മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ മെന്റാലിറ്റിയിലേക്ക് എന്താണ് നമ്മൾ ഈ ഒരു പറഞ്ഞ ഉപദേശമായിട്ട് ചെല്ലുമ്പോൾ ആളും അക്സെപ്റ്റബിൾ അല്ല. എന്നപ്പോൾ ഇങ്ങനത്തെ ഒരാളെ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഇയാളെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുള്ളത്. ജീവിതം എന്നുള്ള ഒരിക്കലും മരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്താണ് മരിച്ച ആൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഓർമ്മകൾ നമ്മൾ കൊണ്ടു നടക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകൾ ഇനിയും ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി കാത്തുന്നുണ്ട്. നിങ്ങളുടെ നല്ലൊരു ഹാപ്പിനെസ്, നിങ്ങളുടെ നല്ല ജീവിതത്തിന് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സാർ, ഈ ഒരു തെറാപ്പി ഒരു പ്രോഗ്രാം പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വരുന്നവർക്ക് എങ്ങനെ ഇങ്ങനെ ഈ ഒരു എങ്ങനെ തെറാപ്പി ചെയ്യുന്നതേ, മനസ്സിലായില്ല? ആ ഇതിപ്പം ഒരു കുറച്ച് പേര് കൗൺസിലിംഗ് വരുമ്പോൾ അവരെ ആ നമുക്ക് പോലെ തെറാപ്പി ചെയ്യാൻ പറ്റുമോ? അല്ലാതെ ഒരു പ്രോഗ്രാം പോലെയൊക്കെ നടത്തുമ്പോഴല്ലേ പറ്റുള്ളൂ എന്നാണ് അൽ- ആ ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരാം, സ്ലൈഡിലേക്ക് തന്നെ വരാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് കോമ്പോസിഷൻ എന്ന് പറയുന്ന 2 തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് നോക്കുന്നത്. ഒന്ന് ഹോമോജീനിയസ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ജീനിയസ് എന്ന് പറയുന്നത് ഒരേ പ്രായത്തിൽ അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു കൾച്ചറിലുള്ള ആളുകൾ, ഒരേ മതത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരേ ലിംഗത്തിലുള്ള ജെൻഡർ ബേസ് നോക്കിയിട്ട് പിന്നെ അല്ലെങ്കിൽ സെയിം ഒരു പ്രോബ്ലം ഉള്ള ആളുകൾ, അതായത് ആങ്സൈറ്റി ഉള്ള ആളുകൾ മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇനിയിപ്പോൾ സെയിം ഏജ് ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ, ഇങ്ങനത്തെ ഉള്ള ആളുകളെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. മൈക്കൊന്ന് മ്യൂട്ടാക്കണേ. ഇനിയിപ്പോ ഹെട്രോജനിയസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതും ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഏജ് ഉള്ള ആളുകൾ, പലതരത്തിലുള്ള കൾച്ചർ ആയിട്ടുള്ള വരുന്നുള്ള പല ജെൻഡർ, ലേഡീസും ജെൻസും ഒക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ലെവലിൽ വളരെ കുറഞ്ഞ ആളുകൾ, കൂടിയ ആളുകൾ, പിന്നെ പലതരത്തിലുള്ള ഈ ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾ. ഈ ഒരു 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കാറുള്ളത്. ഇപ്പൊ ഇതിൽ ഒരു കൺസേൺ എന്ന് പറയുന്ന ഗ്രൂപ്പിന് മിനിമം ഒരു ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു 6, നമ്മൾ പറഞ്ഞു 6 to 8 മെമ്പേഴ്സ് സാധാരണ പറയും. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് 10 വരെ മാക്സിമം പോകും. അതിൻ്റെ അപ്പുറം കൊടുക്കരുത് ഈ തെറാപ്പി, കാരണം അതിൻ്റെ ആ വാല്യൂ ഉണ്ടാവില്ല. മിനിമം മാക്സിമം 8 മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരേ പ്രശ്ന സമയത്ത് ഒരു 10 പേരെ ഉൾപ്പെടുത്തിയേ പറ്റൂ എങ്കിൽ ആ 10 വരെ പോവാം. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോവരുത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് ആൻഡ് ഡ്യൂറേഷൻ മാക്സിമം ഇതിന്റെ ഒരു 1 hour അല്ലെ 2 hour. 2 hour എന്നൊക്കെ പറയുന്നത് മാക്സിമം ബോറിംഗ് ആണ് അവർക്ക്. കാരണം ഒരു പ്രശ്നം സാധാരണ ഒരു ഡിസ്കഷൻ ക്ലാസ്സും പോലെ അല്ലല്ലോ ഇത്. ഒരാളുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളത്
ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ മാക്സിമം പോയാൽ ഒരാളെ കൊണ്ട് 1-2 ആൾക്കുണ്ടെന്നുള്ള മാക്സിമം അതിൽ പ്രയോറിറ്റി കൊടുത്ത് അയാളെ കൊണ്ട് കാര്യമായിട്ട് പറയിപ്പിക്കുക. ഇപ്പൊ 8 പേരെ കൊണ്ട് എന്താണ് ടൈം ഫിക്സ് ചെയ്യിപ്പിക്കണം, ഇത്ര ഒരു 10 മിനിറ്റ് ഒരാൾക്ക് എന്നുള്ള രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഒന്ന് കൂടുതലായിട്ട് എന്താണ് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. അതും ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഒന്ന് ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ മീൻസ് എന്താണ്, ഈ ഗ്രൂപ്പിൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ നേരത്തെ പറഞ്ഞു ഏത് സമയത്തും വേണമെങ്കിൽ ഇവർക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ആ ഇറങ്ങി പോകുന്ന സമയത്ത് എന്താണ്, പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് അവർക്ക് തിരിച്ചു വരികയും ചെയ്യാം, അതും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു തുടക്കത്തിലും ഈ പോകുന്ന സമയത്തും എപ്പോഴാണ് അവർ വരുന്നത് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് ആണെങ്കിൽ പോലും അവർ ജോയിൻ ചെയ്തിട്ടുള്ള ആ സമയത്ത് എന്താണ് ആ അംഗങ്ങളായിരിക്കണം അവിടെ ഉണ്ടാവരുത്. കാരണം ഇയാളൊന്ന് പോയി പകരക്കാരൻ അവിടെ വേറൊരാളെ കൊണ്ടുപോകരുത്. വന്ന സമയത്ത് ഇയാൾ 5 പേരാണെങ്കിൽ 5 പേര് മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് 6 പേരാണെങ്കിൽ 6 പേര് മാത്രമേ. ഇതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. കാരണം പുതിയൊരാൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അതും വളരെ പ്രയാസം ഉണ്ടാക്കും. കാരണം ഇനിയിപ്പോൾ ആദ്യം മുതൽ ഇയാളെ പരിചയപ്പെട്ട് തുടങ്ങുമ്പോൾ അയാളെ പ്രയാസങ്ങൾ കേൾക്കണം, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എത്ര നിലവിൽ അവർ പാർട്ടിസിപ്പൻ്റ് എത്ര ഉള്ള അത് മാത്രം മതി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ആവശ്യം, ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് തെറാപ്പിസ്റ്റുമായിട്ട് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടാക്കാൻ, നല്ല റാപ്പോ ബിൽഡപ്പ് ഈ ഒരു ടീമുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ നിയമങ്ങളും റൂൾസും കാര്യങ്ങളും ഒക്കെ എന്താണ് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യത്തിനും കറക്റ്റായിട്ട് അവരോട് ഫീഡ്ബാക്ക് ചോദിക്കുക. കാരണം നമ്മൾ അവർ കൊടുക്കുന്ന സൈക്കോ എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റുള്ള അവയർനെസ് കാര്യങ്ങളാണെങ്കിലും എന്താണ് അവരോട് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെന്താണ് ഈ ഒരു ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും എന്താണ് അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളതാണ്. അഭിപ്രായങ്ങളെ മാനിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, അത് എന്താണ് ഗ്രൂപ്പിൽ 7 പേരുണ്ട് 7 പേരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ ഈ ഒരു ഗ്രൂപ്പ് ആളുകൾക്കിടയിൽ ഒരു ബന്ധം എന്താണ് നമ്മൾ പേഴ്സണലായിട്ട് എന്താണ് സ്ഥാപിക്കാൻ പാടില്ല. തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അറ്റ്ലീസ്റ്റ് എന്താണ് പേഴ്സണലായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്താണ് ആരുമായിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണ് അത് ഉണ്ടാക്കുമ്പോൾ എന്താണ് മറ്റുള്ള ഇയാളെ പ്രശ്നങ്ങൾ എന്താണ് ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇയാൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഇയാൾക്കോട് ചിലപ്പോൾ സിമ്പതി കൂടിയിട്ടോ അയാൾ പറയുകയാണ് എൻ്റെ കാര്യം അവിടെ നിന്ന് പറയും സാറ് പബ്ലിക്കായിട്ട് പറയരുത്, എനിക്ക് ഈ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കൂടി അത് ഈ ഒരു ഗ്രൂപ്പിന്റെ താളം തന്നെ തെറ്റാനുള്ള സാധ്യത കൂടെയാണ്. അപ്പോൾ എന്താണ് പ്രശ്നമുള്ളത് അവിടെ നിന്ന് പറയുക, അതിന് ഡിസ്കഷൻ അവിടെ നിന്ന് തന്നെ നടത്തുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു തെറ്റായിട്ടുള്ള ചിന്തകളുള്ള ആളുകൾക്ക്, അതുപോലെ അവർക്ക് തെറ്റായിട്ടുള്ള ചിന്തകൾ കണ്ടെത്തിയിട്ട് അത് നല്ല രീതിയിലേക്ക് ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഓപ്പോസിറ്റ് ആവേ. കാരണം ഒരു കുട്ടി പറയാണ് ഞാൻ ലോകപരാജിതനാണ്, ഞാൻ എക്സാം എഴുതിയാൽ തോറ്റുപോകും എന്നുള്ള അല്ലെ ഞാൻ മോശക്കാരനാണെന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു എക്സാം എഴുതിയാൽ ഒരു കുട്ടി ഒരു തോറ്റു എന്നൊരു പേപ്പറിൽ മാത്രം തോറ്റു. അപ്പോൾ എന്താണ് നീ ഒരു അടുത്ത പരീക്ഷയ്ക്ക് തോൽക്കുമെന്നുള്ള അർത്ഥമല്ല എന്ന് പോസിറ്റീവായിട്ട് പറയും. അതേ സമയത്ത് ഒരു അധ്യാപകൻ നമ്മളോട് കംപ്ലൈന്റ് പറയാം, അച്ഛനോട് കംപ്ലൈന്റ് പറയുകയാണ് നിങ്ങളുടെ മകൻ കാരണം ബാക്കിയുള്ള കുട്ടികളോട് നാശം. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു അച്ഛൻ ഒരു ഫാദർ അല്ലെങ്കിൽ കൗൺസിലർ ഇങ്ങനെ നമ്മളടുത്ത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഓപ്പോസിറ്റായി പറയുകയാണ്. ആ സമയത്ത് കുട്ടീനെ ഒരുപാട് അടിക്കുകയാണ്, എന്തെങ്കിലും ഉപദ്രവിച്ചു, ഇനിയിപ്പോൾ നിന്നെ കൊണ്ടൊരു കൊള്ളൂല മറ്റേതാ പ്രശ്നങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ സ്കൂൾ വരെ മാറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആ പറയുന്ന അധ്യാപകൻ എങ്ങനെയായിരിക്കണം, ഇവന്റെ ക്വാളിറ്റി മറ്റുള്ള കുട്ടികൾ മുതലെടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇവൻ ഒന്നുകൂടി നാശമാവാനുള്ള സാധ്യതയുണ്ട്. അതായത് മറ്റുള്ള കുറേ കുട്ടികൾ വികൃതികളാണ്, അത് കാരണം ഇവൻ ഒന്നുകൂടി കുറച്ച് വികൃതിയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവന് വികൃതി കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഒരു അധ്യാപകൻ പോസിറ്റീവായി കൊടുക്കുന്ന കാര്യമാണത്. അതേ സമയത്ത് ഇത് കേട്ട ഒരു അച്ഛൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അച്ഛൻ പറയണം അതെനിക്ക് മനസ്സിലായി, എൻ്റെ മകൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ മകന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയണത് നല്ല ക്വാളിറ്റി, അവന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുക. തൽക്കാലം ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റാൻ നിർത്തുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പോസിറ്റീവായിട്ട്, ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞത്, ആ രീതിയിലായിരിക്കണം പോസിറ്റീവായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പാർട്ടിസിപ്പൻറ്റിന് എപ്പോഴും എന്താണ് എൻകറേജ്മെന്റ് കൊടുക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ
ഒരു സമയമാണ്. ആ സമയം നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ എന്താണ് അവർക്ക് സപ്പോർട്ട് ഈ ഒരു എംപവർ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ഈ ഒരു തെറാപ്പിസ്റ്റുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളത് വളരെ രീതിയിൽ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ സപ്പോർട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ പറയാം. ഞങ്ങൾ അതിന് തയ്യാറാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് സഹായകപരമായിട്ട് അവർക്ക് അതേപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ അവർ റീഎൻഫോഴ്സ്മെന്റുമായിട്ട് അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക, നെഗറ്റീവുള്ള കാര്യങ്ങളൊന്ന് മാറ്റി നിർത്തുക. അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ചിലപ്പോൾ ഫാമിലി കോൺഫ്ലിക്റ്റുകളൊക്കെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരെയും ഒരുപാട് ഇരുന്ന് സംസാരിക്കേണ്ടി ചിലപ്പോൾ നമുക്കൊരു തെറാപ്പിസ്റ്റ് എന്നല്ല അല്ലെങ്കിൽ ഗ്രൂപ്പുമായി ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെ അഭിപ്രായങ്ങൾ കേട്ട് ചിലപ്പോൾ ആ ഫാമിലി നന്നായി എന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു തെറാപ്പി അതിനൊക്കെ മാക്സിമം എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അത് അവിടെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ കൺസ്ട്രക്റ്റീവ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർ ചെയ്യുന്ന ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർക്ക് ആവശ്യം ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാനോ അവരിപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആണെങ്കിൽ ജോലിക്ക് പോകാൻ താല്പര്യം, അതിനനുസരിച്ച് എന്താണ് നമ്മൾ അവർക്ക് കൂടെ നിന്ന് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത്. കാരണം എന്തൊക്കെ പഠിക്കാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് എന്താണ് ആ ഗ്രൂപ്പ് തന്നെ പലരും പറയും. അതുകൊണ്ട് അതൊക്കെ എന്താണ് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി കൊണ്ടുള്ള ഒരു ഫങ്ഷൻസുകൾ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ടുള്ള സാറേ കാര്യമാണ് അത് ഷെയറിങ്. ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഏത് എഴുതിയെടുത്തില്ല, അല്ല ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ? നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടോ? ആ ഗ്രൂപ്പിൽ PPT ഷെയർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതില് നമ്മൾ പിന്നെ ഇതിന്റെ ഒരു ഫങ്ഷൻസ് ഗ്രൂപ്പ് ഓഫ് തെറാപ്പി പ്രധാനമായിട്ടും ഗ്രൂപ്പ് തെറാപ്പി കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിരുന്ന ബാഡായിട്ടുണ്ടായിരുന്നതും ഗുഡായിട്ട് നല്ലതും ചീത്തതായിട്ടുള്ള കാര്യം എക്സ്പീരിയൻസിൽ ഇവിടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രയാസങ്ങൾ അനുഭവിച്ച് ഒന്ന് ഓപ്പൺ അപ്പ് ആയി ഒന്ന് സംസാരിച്ചാൽ മാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും. കാരണം തൻ്റെ കഥകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും മറ്റൊരാൾ കേൾക്കാനുണ്ടാവുക, അതിനൊന്ന് മെൻ്റലി ഒരു സപ്പോർട്ട് കിട്ടുക, ഇതൊക്കെ എന്താണ് ഇവർ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് അവരെ കൊണ്ട് പരമാവധി ഈ ഒരു കാര്യം ഈ ഒരു എന്താണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലത്തെ മറ്റൊരു ഗുണം എന്താണ്, ഈ ഒരു ഈച്ച് സപ്പോർട്ട് എ ഗ്രൂപ്പ്, അതായത് ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കാരണം ഇയാളെ പ്രശ്നങ്ങൾ കേട്ട് മറ്റാൾ അതേപോലെ കരയല്ല, അതേ സമയത്ത് ഈ പ്രശ്നം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതൊരു സാധാരണ ചെറിയ പ്രശ്നമാണ്, ഇത് ഈ ഒരു സ്റ്റേജിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടായിരുന്നു, കാരണം ആ സ്റ്റേജിൽ ഞാനിപ്പോൾ വേറെ റിക്കവറി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി ഓരോ മറ്റുള്ള അംഗങ്ങളോട് ഇവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ സോഷ്യലായിട്ട് ബന്ധപ്പെട്ടുണ്ടാണ് ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഇമിറ്റേഷൻ, ചിലപ്പോൾ മറ്റുള്ള ഒരാളെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ബിഹേവിയർ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ സ്വഭാവങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇന്റർനാഷണൽ ലേണിംഗ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഇടങ്ങിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. അതിന് പുറമെ എന്താണ് പുതിയതായിട്ട് എന്താണ് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി കഴിയുമ്പോൾ എന്താണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇവർക്ക് പഠിക്കണം. കാരണം ഇവർ തന്നെ കൊണ്ടുവരികയാണ്. ഓരോരുത്തർ 7 പേരുള്ളവരാണ്, 7 പേരും ഓരോ ആക്ടിവിറ്റി കൊണ്ടുവരുന്നു, ഓരോ ബിഹേവിയർ കൊണ്ടുവരുന്നു, ഓരോ ലേണിംഗ് കൊണ്ടുവരുന്നു. അത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ആയിരിക്കണം ഈ ഗ്രൂപ്പ് ഓഫ് തെറാപ്പിയിൽ നടക്കേണ്ടത്. ഇനി തെറാപ്പിസ്റ്റിന്റെ റോളുകൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു അഡ്വൈസർ ഒരു ഉപദേശാവായിരിക്കണം, ഒരു അഡ്വക്കേറ്റർ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റർ, ഏത് സമയത്ത് എന്താണ് സഹായിക്കുന്ന രൂപത്തിലായിരിക്കണം. ഒരു സോഷ്യൽ പോലീസ്മാൻ ആയിരിക്കും, അതായത് പബ്ലിക്കായിട്ടുള്ള സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏത് പേർക്ക് സോഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ പ്രശ്നമുണ്ട് ആ സമയത്ത് എന്താണ് ഡിസിഷൻ എടുക്കാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതേപോലെ തന്നെയാണ് അതായത് ടെക്നീഷ്യൻ, ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം.
പിന്നെ അതേപോലെ തന്നെ എനേബിൾ എന്ന് പറയുന്നത് ഏത് സമയത്ത് എന്താണ് ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് വഴി മെസ്സേജുകൾ വന്നാലും അതിനൊക്കെ എന്താണ് സപ്പോർട്ടീവായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്ന റീപ്ലൈ കൊടുക്കുന്ന ഒരു ഇത് ആയിരിക്കണം. പക്ഷേ ഈ എനേബിൾ ഉള്ള സമയത്ത് ഇവിടെ ചെറിയൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് തെറാപ്പിസ്റ്റും കോപ്പ തെറാപ്പിസ്റ്റും ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കണം. അതായത് ഇനി ഞാനൊരു തെറാപ്പിസ്റ്റാണ്, എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ വേറെ ഒരു ചിന്താഗതിയാണ്, ഞാൻ വേറെ ചിന്താഗതി. ഇവിടെ ഒരു ഗ്രൂപ്പ് അടി നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ ചിലപ്പോൾ അയാൾ പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ കാര്യങ്ങൾ അയാൾക്കും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഈ ഒരു തെറാപ്പി അതായത് ടൂൾസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് അത് വളരെ പ്രശ്നമായി വരും. അതപ്പോൾ ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കണം. നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ വേറെ ഗ്രൂപ്പ് കൂടിയും രണ്ടാമതൊരു ഗ്രൂപ്പ് കൂടിയും ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അത് ഈ ഒരു ക്ലയൻറ്റിനെ മാനസികമായിട്ട് വളരെയധികം ബാധിക്കും. പിന്നെ ഇതിൽ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കും. ടെക്നിക്കുകൾ മീൻസ് CBT തന്നെ കുറേയൊക്കെ അവരെ ചിന്താഗതിയുമായിട്ട് പ്രശ്നങ്ങൾ CBT ഉപയോഗിക്കാം. ഇനി സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ ബിഹേവിയർ തെറാപ്പി ഉപയോഗിക്കാം. അതുപോലെ തന്നെ റോൾ പ്ലേ, അവർക്ക് പല കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യാൻ വേണ്ടി റോൾ പ്ലേ മോഡലായിട്ട് പല രീതിയിൽ അവരെ ജീവിതത്തിന് അനുഭവങ്ങൾ ചിലപ്പോൾ അയാൾ അനുഭവിച്ച് കാണിച്ചു കൊടുക്കാം ഓപ്പോസിറ്റുള്ള ആളുകൾക്ക്. ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി ലൈൻ, അവരുടെ ജീവിത കഥകൾ ഒരു സ്റ്റോറി ആയിട്ട് പറയുക. അതേപോലെ തന്നെ അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കൊണ്ടാണ് എഴുതിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരെ കൊണ്ടും എഴുതിപ്പിക്കുക. സ്റ്റോറി പറയുകയാണെങ്കിൽ എല്ലാവരെ കൊണ്ടും സ്റ്റോറി പറയുക. ആ രീതിയിലായിരിക്കും. അല്ലാണ്ട് ഒരാൾ എഴുതുക ഒരാൾ പറയുക എന്നുള്ളതല്ല. ചെയ്യുന്ന ആക്ടിവിർ ഒരേപോലെയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ എഴുതുക, ബാക്കിയുള്ളവർ എഴുതുക എന്നുള്ള രീതിയിലായിരിക്കണം. പിന്നെ ടാസ്ക് ഓറിയന്റഡ് ഗ്രൂപ്പ് ആയിരിക്കണം. വളരെയധികം എന്താണ് ഓരോ സെഷൻ കഴിയുമ്പോഴും നല്ല രീതിയിൽ അവർക്ക് ടാസ്കുകൾ, ഓരോ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ അവർക്ക് ആവശ്യമുള്ള ടാസ്കുകൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 12, 13 ഒരു വർഷത്തോളെങ്കിലും ഇവരെ ഒരു മിനിമം ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് 1 or 2 ആഴ്ചയൊന്നല്ല, ഒരു വർഷം കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു കണക്ക്. എന്നാൽ മാത്രം എന്താണ് ആ ഗ്രൂപ്പിന്റെ ഒരു മെന്റാലിറ്റി, അത് ഫിസിക്കലി ഒന്ന് സ്ട്രെങ്ത് കൂടും. അല്ലാണ്ട് 1 or 2 സെഷൻ കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ആവില്ല. അതേപോലെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി, ഇതൊക്കെയാണെങ്കിൽ പോലും തെറാപ്യൂട്ടിക് ആയിട്ടുള്ള അവർക്ക് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കാനുള്ളത് അവർക്ക് പേഴ്സണലായിട്ട് തന്നെ ഇവിടെ നമ്മളെന്ത് ഓരോ സെഷൻ ഓരോരുത്തർക്ക് കൊണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ അവരോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളാണ്, എന്താണ് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആണ് ആവശ്യമുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ആഗ്രഹിക്കേണ്ടത്, അത് ഓരോരുത്തരോടും ചോദിക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, ഏതൊരു പ്രയാസവുമായിട്ടാണ് നിങ്ങൾ ഈ ഇതിൽ വന്നിട്ടുള്ളത്, അതൊക്കെ എന്താണ് ഈ ഒരു തെറാപ്യൂട്ടിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവും. ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അത് കോ തെറാപ്പിസ്റ്റ് ആണ് അസിസ്റ്റന്റ് ആയിട്ട്, മെയിൻ തെറാപ്പിസ്റ്റിന്റെ കൂടെ കോ തെറാപ്പിസ്റ്റും വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് അയാൾ മാക്സിമം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഇങ്ങനത്തെ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാൾ, അതുമായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈക്കോ എഡ്യൂക്കേഷൻ എങ്കിലും കൊടുക്കാനുള്ള ഒരു ആളായിരിക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവിധ ഹെൽപ്പും ഇങ്ങനത്തെ ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ചില ആളുകൾക്ക് പ്രയോറിറ്റി ശ്രദ്ധിക്കാതിരിക്കുക, ആ രീതിയിലാവരുത്. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണ് നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക, അവരുമായിട്ട് എന്താണ് കൂടുതൽ ഇടപഴകൽ നടക്കുക, നല്ല സംസാരിക്കാൻ അവരെ പഠിപ്പിക്കുക. പിന്നെ ലീഡേഴ്സിന്റെ ഇടയിലേക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ലീഡർ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ, ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇയാൾ ഈ അർത്ഥത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്, അത് വ്യക്തമായിട്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് കേട്ടിട്ട് മറ്റാരെങ്കിലും റെസ്പോൺസ് ചെയ്തിട്ടില്ല, ആ റെസ്പോൺസ് പറയുന്ന സമയത്ത് എന്താണ് അത് നമ്മൾ പോസിറ്റീവ് ആക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതെന്താണ് കേൾക്കുന്ന ആള് അത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയിൽ പോവാതിരിക്കാൻ ഏറ്റവും അത് ഒരു കോ തെറാപ്പിസ്റ്റ് ആണ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇൻസ്ട്രക്ഷൻ എന്താണ് കൊടുക്കുന്നത് മെയിൻ തെറാപ്പിസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് മീൻസ് എന്താണ് പരസ്പരം എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറേ ആളുകൾ പിന്നെ ഉണ്ടാവും. എത്ര സെഷൻ കഴിഞ്ഞാലും ഈ ഗ്രൂപ്പായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനില്ല, അങ്ങനത്തെ ആളുകൾ എന്താണ് പിന്നെ നമ്മൾ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. അവരെ എന്താണ് ഫോക്കസ് ചെയ്ത് പുഷ് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട. തൽക്കാലം അവരെ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുന്നത്, ഈ ഗ്രൂപ്പിലേക്ക് പിന്നെ അവരെ കൊണ്ടുപോകരുത്. കാരണം പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു പ്രഷർ കാരണം അവർ
എന്താണ് ഒരു സൂയിസൈഡ് തോട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് എന്താണ് അവർക്ക് നമ്മൾ പരമാവധി എന്താണ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കുക എന്നുള്ള ഒന്നുകിൽ റെഫർ ചെയ്യുക മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ഒരേ മെന്റാലിറ്റി ആവുക എന്നുള്ളത്, തെറാപ്പിസ്റ്റും കോ തെറാപ്പിസ്റ്റും ആയിട്ടുള്ള. അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ ലെവലിലേക്ക് നമ്മൾ ഓരോ പേഴ്സണിനെയും നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള മറ്റേ ഓരോ ദിവസം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി അത് അവിടെ വന്നിട്ട് ആലോചിക്കരുത്. ആ സെഷനിൽ നിങ്ങൾക്ക് ഇന്ന് എന്താണ് വേണ്ടത് ആക്റ്റീവ് അതാവരുത്. പക്ഷെ പറയുന്നത് ഇങ്ങനെ ഇന്ന് ചില ആക്ടിവിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും ചെയ്തേ പറ്റൂ. ആ രീതിയിലായിരിക്കണം നമ്മളെ ഒരു സംസാരവും ഒരു അറ്റംപ്റ്റും ഒക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു തെറാപ്യൂട്ടിക് ഒരു സെഷൻ നടക്കുന്ന സമയത്ത് പരമാവധി നമ്മുടെ ഈ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഒന്നും പരമാവധി ഈ ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. പരമാവധി മൊബൈലൊക്കെ ഒന്ന് ഓഫീസിൽ വാങ്ങിക്കുക, അല്ലെ സെപ്പറേറ്റ് വാങ്ങിക്കുക. ചില ആളുകൾ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ഒരു കൊടുക്കുന്ന ആക്ടിവിറ്റിയോ അല്ലെ മറ്റൊരാൾ പറയുന്ന സംസാരത്തിലൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് പരമാവധി തെറാപ്പിസ്റ്റും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് എന്തെങ്കിലും വീഡിയോ കാണിച്ചു കൊടുക്കാൻ മാത്രം ഒരു മൊബൈലോ ഒരു ടാബ്ലറ്റോ അതൊക്കെ എടുക്കാം. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത, കാരണം ഫുൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവിടെ നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചില അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേട്ടങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഒറ്റക്കല്ല എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ നിന്ന് ഉണ്ടായിക്കോളും. കാരണം എനിക്ക് ചുറ്റുപാടുള്ള ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ട്, ഇത്രയും ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെന്താണ് സ്വന്തത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ലൈഫിൽ എന്തൊക്കെ മിസ്റ്റേക്ക്, എവിടെയാണ് എനിക്ക് തെറ്റി പറ്റിയിട്ടുള്ളത്, എവിടെയാണ് ഞാൻ തോറ്റു പോയിട്ടുള്ളത്, അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഒരു തെറാപ്പി കൊണ്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റി, ഒരു ജേണൽ പോലെ അവരെ കൊണ്ട് എഴുതിപ്പിക്കണം ഓരോ സെഷൻ കഴിയുമ്പോൾ. ഈ സെഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ഒരു പേപ്പറിൽ എഴുതി, എന്നിട്ട് അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി. ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഓരോ ക്ലയൻറ്റും എഴുതിയിട്ടുള്ള ആളുകൾ ഈ ഒരു ഫീഡ്ബാക്ക്, ഈ ജേണൽ എത്ര ആളുകളുണ്ടോ ആളുകൾക്ക് ഓരോരുത്തരെ കൊണ്ട് നമ്മൾ വായിപ്പിക്കും. ആ വായിപ്പിച്ചതിന് ശേഷം അവരാണ് അത് കണ്ടെത്തുന്നത് ശരിക്കുള്ള ഒരു ഫീഡ്ബാക്ക്. അതായത് മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഈ എഴുതി കൊണ്ടുവന്ന ജേർണൽസ്, അതായത് 7 പേരുണ്ട്, 7 പേർക്കും മാറി മാറി കൊടുക്കുന്നു. എന്നിട്ട് അവർ വായിച്ചിട്ട് ഇന്ന ആൾ എഴുതിയത് ഇങ്ങനെയാണ്, എന്നിട്ട് അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ എടുത്തു പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവർ നിലവിലുള്ള തെറ്റായിട്ടുള്ള കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റും, പോസിറ്റീവും തിരിച്ചറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ പോരായ്മകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രൈവസി പാടില്ല. പേഴ്സണലായിട്ടൊരു കോൺടാക്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ള ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് അടി ഉണ്ടാക്കുകയൊന്നും പറയാൻ പാടില്ല. അതുപോലെ തന്നെ സ്വന്തം പ്രശ്നങ്ങൾ ഒരാളോട് മാത്രം ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെന്താണ് ഒരാളെ മാത്രം മറ്റുള്ള ആരോട് സംസാരിക്കാതെ ഒരാളോട് കൂടുതലായി കൂട്ടുപിടിച്ച് അവർക്ക് ട്രസ്റ്റ് ഉണ്ടായി കൊടുക്കുക, അതൊന്നും ഇതിൽ പാടില്ല. അതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം തെറ്റാണ്. പിന്നെ അത് ഒരു തെറാപ്പിസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഓരോ ക്ലയൻറ്റിൻ്റെയും കാര്യങ്ങൾ അത് വളരെ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാൻ പാടില്ല. പ്രശ്നങ്ങൾ അവിടെ പറയാം ഓപ്പൺ അപ്പ് ആയിട്ട്, അല്ലാണ്ട് ഉള്ളിൽ കിടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വേറൊരാൾ ഷെയർ ചെയ്തിട്ട് ആ ഒരു രീതിയിലാവരുത്. അപ്പം അത് പറഞ്ഞു കൊടുത്താൽ മറ്റൊരു സാഹചര്യം ഒരു സെഷൻ വരുന്ന സമയത്ത് ഈ കേട്ട ആൾ തന്നെ ഇയാൾക്ക് മുമ്പ് ഒരു പ്രശ്നം കൂടി ഉണ്ടായി, എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത്. അവരോട് പറയാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ മാനസികാവസ്ഥ, ഇപ്പോൾ കറൻ്റ്ലി മെൻ്റൽ സ്റ്റാറ്റസ് അത് ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ തരും എന്നുള്ള രീതിയിലായിരിക്കാം. ഇപ്പോൾ ഈ ഒരു തെറാപ്പിയുമായിട്ട് നമുക്ക് കുറച്ച് വളരെ ഒരു റിഹാബിലിറ്റേഷൻ, അതായത് ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത ഈ മെഡിസിനുമായിട്ട് എടുക്കുന്ന ആളുകൾക്കൊക്കെ കുറേ കാലമായിട്ട് മെഡിസിൻ എടുക്കുന്ന എന്നാലും മാനസികമായിട്ടൊരു ഉന്മേഷവും കാര്യങ്ങളും കിട്ടില്ല. അവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുക. എന്തൊക്കെയാണ് നമുക്ക് ചില ആക്ടിവിറ്റീസുകൾ കൊടുക്കുക എന്നുള്ളത്. ഈ ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഒന്ന് പ്രധാനമായിട്ടും
രണ്ട് കാര്യങ്ങൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അത് 3 കാര്യം. അപ്പോൾ ട്രൂത്ത് ആൻഡ് ലൈ എന്നാണ് അതിന്റെ പേര്. ട്രൂത്ത് ആൻഡ് ലൈ, അതായത് 2 സത്യമുള്ള കാര്യങ്ങളും 1 കളവായിട്ടുള്ള കാര്യങ്ങളും. അതായത് അവരെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുന്നു, അവരുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ 2 സത്യമുള്ള കാര്യങ്ങൾ എഴുതുക, അവരുടെ നിലവിലുണ്ടായിരുന്ന 1 കളവ് എഴുതുക. എന്നിട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിലുള്ള ആളുകളോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. ഓരോ എഴുതിയ ആളുകൾ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓരോരുത്തരോട് പറയുക, ഇതിൽ കളവ് ഏതാണെന്ന് കണ്ടെത്താൻ പറയുക. ഇയാൾ എഴുതിയിട്ടുള്ള തെറ്റായിട്ട് കളവായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം അത് ജസ്റ്റ് ഒരു എന്താണ് ഫ്ലാഷ് കാർഡ് പോലെയൊക്കെ നമുക്ക് കൊടുക്കാം. അവരെ കൊണ്ട് അതിൽ എഴുതിപ്പിച്ചാൽ മതി. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതുക, 1 കളവായിരിക്കണം, സത്യമാവുക. എന്നിട്ട് അത് മറ്റുള്ള ആൾക്കാരോട് കണ്ടെത്താൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ആക്ടിവിറ്റി അത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു ഗിവ് എ മിനിറ്റ് എന്നുള്ള ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളൊരു വിഷമം 1 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ പറയുക എന്നുള്ളത്. എന്നിട്ട് ആ 1 മിനിറ്റ് അയാൾ സംസാരിക്കുന്നു, അതിനെന്താണ് മറ്റേ ആൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ശ്രമിച്ചു നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് ഡിസേർട്ട് ഐലൻഡ് മീൻസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ആ ഒറ്റപ്പെട്ട ദിവസത്തിൽ നിങ്ങൾക്ക് ഉച്ചവരെ എന്താണ് നല്ല സുഖകരമായിട്ടൊരു ജീവിതവും, ഉച്ചയ്ക്ക് ശേഷം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ മരുഭൂമിയിൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ആ ഉച്ചവരെ നിങ്ങൾ എങ്ങനെ ആസ്വദിക്കും, അതിനുശേഷം ആ ഒരു മരുഭൂമിയിൽ നിങ്ങൾ എങ്ങനെ എന്താണ് നിങ്ങൾ രക്ഷപ്പെടും, അത് ഇമാജിൻ ചെയ്ത് പറയാൻ ആദ്യം ഒരു ഒരു മരുഭൂമി അവരോട് ഇമാജിൻ ചെയ്യാൻ പറയും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും, അതെങ്ങനെയാണ് ലൈഫിൽ ഉണ്ടാകും. കാരണം ഇത് എന്തിനാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിനെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ആ മരുഭൂമിയിൽ ഒറ്റപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോരുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം, ആ സൊല്യൂഷൻ ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്തൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് ഈ ഒരു തെറാപ്പിയിൽ നടക്കുന്നത്. പിന്നെ ഈ ഒരു അഡൽട്ടിലേക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ 15-16 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു അവരുടെ ലൈഫ് സ്റ്റോറി അവിടെ പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി അവരോട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. പിന്നെന്താണ് അവരെ സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുക, ഒരു പേപ്പർ കൊടുത്ത് അവരെ സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുക. നിങ്ങളെ ഈ ഒരു ഡ്രഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ സമയം എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് ഈ ഡ്രഗ് അഡിക്ഷൻ, അതേപോലെ ആ സമയം ആരുടെ നിർബന്ധപ്രകാരമാണ് നിങ്ങൾ അതിലേക്ക് വന്നിട്ടുള്ളത്, പിന്നെ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ ആയ ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചത്, ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീലിങ്സ് കിട്ടിയിട്ടുള്ളത്, ഇനിയിപ്പോൾ ഫീലിങ്സ് കിട്ടിയിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം ഒരു ഡ്രഗ് അഡിക്ഷനുമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലോ നമുക്കെന്താണ് അവരെ കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിപ്പിക്കാം, ഡെയിലി അവരെ കൊണ്ട് ജേണൽ എഴുതിപ്പിക്കാം. പിന്നെ അത് ജേണൽ എഴുതിയിട്ട് അവരെ കൊണ്ട് തന്നെ ഗ്രൂപ്പിൽ വന്നിട്ട് അവരെ കൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് സെഷനുമായിട്ട് സംസാരിപ്പിക്കുക, അവരെ കൊണ്ട് വായിപ്പിക്കുക. നിങ്ങൾ എഴുതിയ ജേണൽ ഇന്നിവിടെ വായിക്കുക എന്നുള്ള ഒരു കാര്യം, ആ ഒരു തോട്ടിലേക്ക് നമ്മൾ വരണം. ഇതാണ് ഓവറോൾ ഒരു ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവരും? സർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. യെസ്. സർ നമ്മൾ ഗ്രൂപ്പ് തെറാപ്പിസ്റ്റ് ഒരാൾ മാത്രം ചെയ്യാൻ പറ്റില്ല, 2 പേര് വേണമെന്ന് നിർബന്ധമുണ്ടോ? കോ തെറാപ്പിസ്റ്റ് ആവശ്യമുണ്ടോ അവിടെ? ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്രയും ഒരു 8 പേരെയൊക്കെ ഒരേ സമയത്ത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് എന്താണ് ഞാൻ പറയുന്നത്, ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ഒരേ പ്രശ്നമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് നിങ്ങൾ തന്നെ പറയൂ. അതെങ്ങനെയാണ് നമുക്ക് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ ഒറ്റക്കൊക്കെ നിന്ന്, പക്ഷെ നമ്മൾ പല ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ വേണം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 കസാര ഇരിക്കുക. അപ്പോൾ ആ 2 കസാര ഇരുത്തിയിട്ട് നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കുമോ? ആ കസാര എന്താണ്, 2 പേര് 2 ഷോൾഡർ ആയിരിക്കണം. അയാൾ പ്രശ്നം പറയുന്ന ആൾ സെൻട്രലിൽ നിൽക്കണം. അപ്പോൾ എന്താണ്, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ ചുറ്റുപാടും 2 ആളുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് 2 കസാര വെക്കുന്നത്. അതിന് ശേഷം എന്താണ്, ആ കസാര അവിടെ വെച്ചതിന് ശേഷം അയാളെ സെൻട്രലിൽ നിർത്തിയതിന് ശേഷം എന്താണ് 2 ക്ലയൻറ്റ് വേറെ എന്നുള്ള ഗ്രൂപ്പിൻ്റെ 2 ആൾക്കാരെ എന്നത് അവിടെ ആ കസാരയെ കൊണ്ടുപോയി ഇരുത്തും. അല്ലെങ്കിൽ ആ കസാര ഒന്ന് മാറ്റിയിട്ട് എന്താണ് അയാളുടെ ഷോൾഡർ കൈവച്ച് നിൽക്കുന്ന ഒരു സീനായിരിക്കണം ഒരു ആക്ടിവിറ്റി.
അതെന്താണ് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ആ കസാരൊന്നും അടുത്ത് പോയി നിൽക്കണമെന്നില്ല, സപ്പോർട്ടീവായിട്ട് ചെയ്യണമെന്നില്ല. അതുമാത്രമല്ല ഗ്രൂപ്പിലെ മറ്റുള്ള ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ സപ്പോർട്ട് കിട്ടണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു അസിസ്റ്റന്റ് ഏറ്റവും നല്ലതാണ് ഒരു ഗ്രൂപ്പ് തെറാപ്പിക്ക്. ഓക്കെ സർ, ക്ലിയർ. സർ ഇതിൽ താങ്ക് യു. ഗ്രൂപ്പ് തെറാപ്പിയിൽ പേഴ്സണൽ അറ്റൻഷൻ പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ? സാധ്യമാവോ അത്? സാധ്യമല്ല, പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ആ സമയത്ത് തന്നെ കൊടുക്കണം. അല്ലാണ്ട് പേഴ്സണലായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ നിങ്ങളെ മാത്രം അവർ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ ഇത് ഓരോരുത്തരും പ്രോബ്ലംസ് വേറെ വേറെ അല്ലേ ഉണ്ടാവുക? സെപ്പറേറ്റ് ആണല്ലോ. അപ്പൊ എങ്ങനെ അതിന് ഫുൾ ആയിട്ട് അങ്ങ സക്സസ് ആവുന്നത്? അതെ, പരമാവധി നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോജീനിയസ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹോമോജീനിയസിൽ ഒരേ പ്രശ്നമുള്ള ആൾക്കാരാണ് വിഷയമല്ല. ഇനിയിപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ് അവർ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ല, പറയിപ്പിക്കുന്നുണ്ട്. അവരെ കൊണ്ട് മറ്റുള്ള ആളുകൾ കൊണ്ട് 1 മിനിറ്റ് നിങ്ങളെ വിഷമത്തെ കുറിച്ച് പറയുക, ആ രീതിയിൽ മൊത്തത്തിൽ കൊടുക്കാം. 8 പ്രശ്നമൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവാലോ. അപ്പോ അതെ ഇത് അതെ ഗ്രൂപ്പ് പറഞ്ഞോളൂ. ഫോം ചെയ്തിട്ടേ പറ്റുള്ളൂ അല്ലെ? നമ്മളൊരു ഗ്രൂപ്പ് അതെ ഫോം ചെയ്യണല്ലോ. അതെ, ഗ്രൂപ്പ് ആ ഫോമിങ് നോമിങ് ഒക്കെ പറഞ്ഞില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ കൊണ്ടുപോകണം നമ്മൾ കാര്യങ്ങൾ. ആ ഓഫ്ലൈൻ രീതിയിലായിരിക്കും. ആയിട്ട് അല്ലാണ്ട് സാധ്യമാവും. അല്ല, ഓഫ്ലൈൻ എന്ന് പറയണത് എങ്ങനെ? ഓരോ നമ്മളെ പേഴ്സണലായിട്ടോ? പേഴ്സണലായിട്ട് അപ്പൊ അറ്റൻഷൻ കൊടുക്കാനും പറ്റൂല അല്ലെ? ഇല്ലല്ല, ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് അവർക്ക് ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുറേ ആളുകളെ മുമ്പിൽ നമ്മൾ അയാളെ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് പ്രതീക്ഷകൾ വളരും. എന്നെപ്പോലെ പ്രശ്നങ്ങളുള്ള ആളുകൾ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നത്തിന് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയേ പറ്റൂ. അതിനാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി ഉപയോഗിക്കുന്നത്. പേഴ്സണലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മൾ പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് പേഴ്സണലായി കുറേ കാര്യങ്ങൾ പറഞ്ഞു ആക്റ്റീവ്. പക്ഷെ അതിലൊരു വലിയൊരു എന്താണ് ഈ ഒരു ഇത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പി വെക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരൂല. ഗ്രൂപ്പ് തെറാപ്പി എന്ന് വളരെ എന്താണ് പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാവുന്ന ഇതാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ സാറേ? ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ? ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ അങ്ങനെ പറയാം, ആ ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥയും ഒക്കെ നമ്മൾ നോക്കണ്ടേ. ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാര്യം സാർ പറഞ്ഞില്ല, അത് പറയാന്ന് പറയാം. അതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞോളൂ, ഞാനത് മറന്നു. സാറേ, ഗ്രൂപ്പ് തെറാപ്പി നമ്മൾ കൂടുതലായിട്ടും ഗ്രൂപ്പിന് കോമൺ പ്രോബ്ലം ആയിരിക്കുമ്പോഴല്ലേ സാറേ കൂടുതൽ എഫക്റ്റീവ്? അങ്ങനെയല്ലയോ? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒരു കോമൺ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ വയനാട്ടിലെ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ വരുമ്പോൾ ആ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിനെ കിട്ടുക, എന്നിപ്പോ അവർക്ക് നമുക്ക് കോമൺ ആയിട്ട് ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ കൊടുക്കാം. ഏറ്റവും ബെറ്റർ അതാണ്. കോമൺ ആയിട്ടുള്ള ഒരേ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അതിൽ റിസ്ക് എടുക്കണ്ട. നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു അടുത്ത സെഷനിലേക്ക് ഇങ്ങനെ മാറി മാറി ആക്ടിവിറ്റിയും കാര്യങ്ങളും അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു പോവാം. ഡിഫറെന്റ് ആയിട്ട് പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവുക. ശരി ശരി, താങ്ക് യു. അങ്ങനത്തെ ഏരിയയില് ആണ് ഇത് നടത്തേണ്ടതെന്നാണോ പറയുന്നത്? ഓക്കെ, അങ്ങനത്തെ ഏരിയ മീൻസ് ഞാൻ പറയണത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് ഒരു 5-6 പേരെ നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയ അതാകണം. അതാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് കുറേ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം കുറച്ച് എന്താണ് പഠിക്കാൻ മോശമുള്ള കുറച്ച് കുട്ടികളെ ഒരു 6-7 പേരെ ഗ്രൂപ്പായി കഴിച്ച് ഓരോ ദിവസം ആഴ്ചയിൽ 1 ദിവസം ഇങ്ങനെ കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇന്നൊരു ഏരിയ എന്ന് പറയുന്നതില്ല. പക്ഷെ എന്താണ് അത് വളരെ സെക്യൂർ ആയിരിക്കണം. ആളുകൾ കേൾക്കാനോ നമ്മളിപ്പോൾ അവിടെ കൗൺസിൽ ചെയ്യുന്ന ഒരാളിങ്ങനെ ഏന്തി നോക്കുക അവിടെ എന്താ നടക്കുന്നത് അതൊന്നും പാടില്ല. കൊടുക്കുന്ന സാധനം ഞാൻ പറയാം വളരെ സേഫ്റ്റി ആയിരിക്കണം. അവർക്കൊരു പ്രൈവസി വേണം. അവർ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയാൻ പാടില്ല, റെക്കോർഡിങ് പാടില്ല. കാരണം ഒന്നും അവിടെ ഒരു ഇലക്ട്രോണിക്കൽ ഐറ്റംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഒന്നും ഒരു റെക്കോർഡിംഗ് അല്ല. കാരണം ഒരു കുട്ടി പോസിറ്റീവായിട്ട് പറയാം, അപ്പത്തിന് വീഡിയോ എടുത്ത് സോഷ്യൽ ഈ കുട്ടി ഇങ്ങനെയാണ് നല്ല കുട്ടിയായി ആ ഒരു സ്റ്റാറ്റസ് വെക്കണം, അതല്ല ഇവിടെ നടക്കേണ്ടത്. കുട്ടീനെ എന്നേക്കുമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ഒറ്റ ദിവസം കുട്ടി നല്ല പോസിറ്റീവ് വെച്ച് കുട്ടി മാറണമെന്നില്ല. ആ രീതിയിലാവണം നമ്മൾ. അതെ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ
ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കൗൺസിലിംഗ് സെന്ററിൽ പലര് പല സമയത്ത് വരുന്നു, അവരോട് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പിലോട്ട് വരാൻ പറഞ്ഞാൽ വരില്ലല്ലോ. അപ്പൊ അതിന് അതെ എന്താ വരില്ല. എന്താ അത് സാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിച്ചു, ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഉള്ള സംഭവമായിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇല്ല, അവര് ഈ ഒരു ഗ്രൂപ്പ് തെറാപ്പിക്ക് ഈ പറഞ്ഞ 7 പേരും ബില്ലിംഗ് ആണെങ്കിൽ അവർ വരണം. നമ്മൾ പിന്നെ ആദ്യം ആ ആ ആ ഒരു 7 പേരുള്ള ഗ്രൂപ്പിൽ ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല, ആ ദിവസം വന്നിട്ടില്ല, ബാക്കി 6 പേര് വന്നോട്ടെ. അതേ സമയത്ത് അയാൾ പോയി വെച്ചിട്ട് അയാൾക്ക് പകരം ഒരാളെ കയറ്റാൻ പറ്റൂല. ഈ ഗ്രൂപ്പിലെ നിലവിലുള്ള ആൾക്കാരൻ തന്നെ അവിടെ വേണം. അത് മനസ്സിലായി. അല്ല, നമ്മൾ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, ഇപ്പൊ അതാ ഞാൻ ആ ഉദ്ദേശിച്ചത്. ഒരു പ്രോഗ്രാം ഒരു 1 ഡേ പ്രോഗ്രാം പോലെയാണോ, അതോ ഇങ്ങനെ ഒരു ഇല്ല, അതല്ല നമ്മൾ സാധാരണ കൗൺസിലിംഗ് സെഷന് പോലെ സാധാരണ ഓരോ സെഷനും ഇവരെ ഈ ഒരു 5 പേര് 6 പേരെ കൂട്ടിയിട്ട് നമ്മൾ സാധാരണ കൗൺസിൽ ചെയ്യാറില്ലേ, ആ അതേപോലെ ചെയ്യണം. നമ്മൾ അവരോട് ആദ്യം ഇൻഫോം ചെയ്യണോ, നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടോ എന്ന് ആ ചോദിച്ചു? അതെ ഇൻഫോം ചെയ്യണം. കാര്യങ്ങൾ ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് സെഷൻ ഉള്ളത്, അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ആദ്യം പേഴ്സണലായിട്ട് ഇവരെ കോണ്ടാക്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളവരാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സെന്ററിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുമോ അങ്ങനെ? അല്ല, നിങ്ങളടുത്ത് ഒരു ക്ലയന്റ് വരികയാണ്, എനിക്ക് ഗ്രൂപ്പ് തെറാപ്പിയാണ് വേണ്ടത്, അല്ലെ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് ആളുകൾ, എത്ര പ്രശ്നമുള്ള ആളുകൾ എന്താണ്, ഇവർക്ക് ഗ്രൂപ്പ് തെറാപ്പിയാണ് വേണ്ടത്, നിങ്ങൾ ആ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവരെടുക്കില്ലേ? അങ്ങനെ വരുന്നവരല്ലേ? അങ്ങനെ വരുന്ന അവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഗ്രൂപ്പ് തെറാപ്പിയാണ് വേണ്ടതെന്ന് പറഞ്ഞു ചിലപ്പോൾ കുറഞ്ഞ ആളുകളെ വരും. പക്ഷെ ഒരു പ്രശ്നം, കുറേ പ്രശ്നമുള്ള ഒരാള് നമുക്ക് എല്ലാവരും കൂടി എന്താണ് ഇവർക്ക് ഗ്രൂപ്പ് തെറാപ്പി കൊടുത്താൽ കുറെ കൂടി ബെറ്റർ ആവും നിങ്ങൾക്ക് തോട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനത്തെ അവരോട് പറയണം, ഈ ഒരു തെറാപ്പി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഒരേ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ട്, അപ്പോൾ ആ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇത്ര തെറാപ്പി സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൽ ഇത്ര ഫീസ് ആവും, ഇത്ര ആളുകൾ അതിലുണ്ടാവും, അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം. ഒരാൾ എന്താണ് എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും, പുറത്തേക്ക് ഒന്നും പോവില്ല, നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഇത്ര ആളുകൾ ഉണ്ടാവും, അതൊക്കെ പറയാം. അതെ, അപ്പൊ ആദ്യം നമ്മൾ ഒരു പക്ഷേ പേഴ്സണലായിട്ട് ഓരോരുത്തരെയും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ അവരെ ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതെ. സർ, അതേപോലെ ഈ ഗ്രൂപ്പ് തെറാപ്പിയിൽ ഫസ്റ്റ് സെഷനിൽ ചിലപ്പം പരസ്പരം പരിചയപ്പെടാം എന്നുള്ള ആ ഒരു ഇതായിരിക്കില്ല ചിലപ്പോ ആ സെഷനിൽ നടക്കുള്ളൂ. അങ്ങനെ പരിചയപ്പെടുത്തണ്ടെന്നാ ഞാൻ പറയുന്നത്, പരിചയപ്പെടുത്തരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എന്താണ്, ആ ഗ്രൂപ്പിന്റെ നിയമങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കലാണ് ആദ്യത്തെ സെഷന്. റാപ്പോ ബിൽഡപ്പ് എന്ന് പറയുന്നത് ഇപ്പം അപ്പുറം ഒരു സൈക്കോ എഡ്യൂക്കേഷൻ, ഗ്രൂപ്പിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പാലിക്കേണ്ട കടമകളുണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ കൊടുക്കേണ്ടത്. റാപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഇൻഫർമേഷൻ എടുക്കലല്ല. അപ്പൊ നമ്മൾ ഒറ്റ സെഷനിലും പരിചയപ്പെടണം എന്നുള്ള ആ ഒരു ഇത് കൊടുക്കണ്ട, എല്ലാവരും പരസ്പരം പരിചയപ്പെടണം ഒന്നോ രണ്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് അവരെ സിവിയർ അനുസരിച്ച്, രോഗത്തിന്റെ സിവിയർ അനുസരിച്ച് ഒന്നോ രണ്ടോ അവരിപ്പോൾ സ്വയം പരിചയപ്പെടുത്തണം. എന്തായാലും അവര് പേഴ്സണൽ അല്ല, ആ ഒരു ഗ്രൂപ്പ് സെഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, എന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അതാ നമ്മൾ പറഞ്ഞില്ലേ, ഒരൊറ്റ മിനിറ്റ് നിങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാവുമ്പോ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് അങ്ങനെ വരും അല്ലേ, പരിചയപ്പെടുമല്ലോ. അതെ പരിചയപ്പെടും എന്തായാലും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഓരോരുത്തരെ ഇപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് തന്നെ അത് ശരിക്കുള്ളതായിക്കോളന്നില്ലല്ലോ, അവരുടേതായ ഒരു പെർസ്പെക്റ്റീവിലല്ലേ അവര് പറയുന്നത്. അതൊക്കെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിലും പറ്റുമായിരിക്കും അല്ലേ? കുറെയൊക്കെ പറ്റും. അതാണ് നമ്മൾ പറയണത്, ഒരു ടാസ്ക് കൊടുക്കുന്നത് 3 കാര്യം പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് കളവ് ഏതാണ് കണ്ടെത്തുക എന്നുള്ളതില്ലേ. അപ്പൊ ആ കളവ് കണ്ടെത്തിയിട്ട് 3 കാര്യത്തിൽ ഒരു കളവ് കണ്ടെത്തി, അപ്പോൾ അയാളോട് ചോദിക്കിയത് കളവാണെന്ന് വെച്ചാൽ അത് കളവല്ല, എന്റെ കളവ് ഇത് ഞാൻ വേറെ ആയിരുന്നു പറയുമ്പോൾ, അപ്പോൾ ഏകദേശം അയാൾ റിലേറ്റഡ് പേഴ്സണൽ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാവും. ആ കളവ് മൊത്തം അവിടെ കണ്ടെത്തുന്നുണ്ട്, അവിടെ എന്താണ് അയാൾ കളവ് കാണിച്ചിട്ടുള്ളത്. ഈ രോഗി തന്നെ പറയുമ്പം അവര് മിക്കവാറും മറ്റേ അയാള് നല്ലതാക്കിയും ഓപ്പോസിറ്റുള്ള ആളെ ചീത്തയാക്കിയാണല്ലോ പറയുക അല്ലേ? അതെ. അപ്പൊ അത് നമുക്ക് പിന്നെ മനസ്സിലാവും അല്ലെ കുറച്ച് കഴിയുമ്പോൾ. കുറെയൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ സെഷൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ കുറെയൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോളിങ് കിട്ടും. ഓക്കെ, എനിവേ നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. വേറെ സെഷനും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഡിസ്കഷൻ അടുത്തതിലേക്ക് വരാം. ഓക്കെ അല്ലേ സാറേ? അതെ 8:00 നമുക്ക് വേറൊരു സെഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം.
ഞാൻ ഇവിടെ നേരത്തെ താങ്ക് യു. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ CBT ഫോർ ചിൽഡ്രൻ നിസാർ സാറിന്റെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ കുറെ ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് CBT അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു 2 days വർക്ക്ഷോപ്പ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 10-ാം തീയതിയും 11-ാം തീയതിയും ആണ് 7 to 9 ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് 300 rupees ആണ് നമ്മളിന്റെ പേയ്മെന്റ് വരുന്നത്. നേരത്തെ വിംബിൾ സ്റ്റുഡൻസ് ആണെങ്കിൽ 200 rupees. അപ്പോൾ നിങ്ങൾ പിന്നെ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ വന്നത് അവിടെയുള്ള അഡ്മിന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ CBT ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ CBTയുടെ അടുത്ത ഒരു ബാച്ച് 15-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. Day 1 തിയറി, അതേപോലെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 5 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഗ്രൂപ്പ് തെറാപ്പി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. ഈ ഒരു സെഷൻ മനോഹരമായിട്ട് ലീഡ് ചെയ്ത നമ്മുടെ നിസാർ സാറിനെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.